മിനിറ്റുകൾ ആദ്യം പുള്ളിക്കാരൻ നിങ്ങളുടെ ദൈവവചനം അറിയിക്കും. ഞാൻ പ്രസംഗിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒത്തിരി സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം. അമ്മ സ്ഥാനം കൊടുക്കുവാനും അമ്മ സ്ഥാനം നിങ്ങൾ എടുത്തതിനും ഒക്കെ ഒത്തിരി സന്തോഷമുണ്ട്. ഹല്ലേലൂയ. അമ്മ ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹപ്പെട്ട ഒരു ദിവസമാണ്. ഹല്ലേലൂയ. അമ്മ ഇന്നത്തെ ദിവസം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കുന്ന ഒരു ദിവസമാണ്. ഹല്ലേലൂയ. അമ്മേ, ഇന്ന് മുതൽ നിങ്ങളുടെ നിലവാരം മാറും. കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ നിലവാരമല്ല. അമ്മ ഇന്ന് മുതൽ അടുത്തൊരു റേഞ്ചിൽ കയറുകയാണ്. കാരണം നിങ്ങൾ ഇനി മുതൽ ജീവിക്കുന്നത് സാധാരണ വ്യക്തിയോടല്ല, ദൈവത്തിന്റെ കൂടെയാണ്. ഹല്ലേലൂയ. അമ്മ, ദൈവത്തിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി മുതലുള്ള വാസം. ഹല്ലേലൂയ. അമ്മേ, അതുകൊണ്ട് നമ്മളെന്ത് എപ്പോഴും പ്രാർത്ഥന, ബൈബിൾ വായന, ഇതല്ലാതെ വേറെ ഒരു ചിന്തയും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവരുത്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഒരു മൊബൈൽ എടുത്തിട്ട് നമ്മളിപ്പം ആ മൊബൈൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനൊരു സ്പിരിറ്റ് വെളിപ്പെടും. ഒരു സ്പിരിറ്റ് നമ്മളെപ്പോഴും എന്ത് ചെയ്തരാം, മൊബൈൽ തന്നെ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് ടി വി കാണുമ്പോൾ ഇതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ടി വി കണ്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അതിനൊരു സ്പിരിറ്റ് വെളിപ്പെടുക സംഭവം. നമ്മളിപ്പോൾ സിനിമ കാണുമ്പോൾ ഒരു നടൻ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് കയറി വരും. പെട്ടെന്ന് നമ്മളെന്ത് പറയുമ്പോൾ ആ നടനെ പോലെ ആയി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കും. അവൻ്റെ ശൈലി ആയിരിക്കും, പിന്നെ അവൻ്റെ ഡ്രസ് കോഡായിരിക്കും, അവൻ്റെ ആറ്റിറ്റ്യൂഡായിരിക്കും, അവൻ്റെ സംസാരമൊക്കെ പിന്നെ അയാളുടെ പോലെ ആയിരിക്കും. അയാൾ ഡയലോഗുകൾ പറയും. ഇതൊക്കെ ശരിക്കും പറയാൻ അവനെ അനുഗമിക്കുന്നത് കൊണ്ടാണ് ശരിക്കും പറയുന്നത് നമുക്കത് വരുന്നത്. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ദൈവത്തെയാണ് മുറുകെ പിടിച്ച് അനുഗമിക്കുകയാണെങ്കിൽ ആ സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹവും നമ്മൾ എന്ത് ചെയ്യും, ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ദൈവസ്ഥാനം ചലിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ബൈബിളിൽ ഉറ്റിരിക്കും. പത്രോസൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ബൈബിൾ വായനയിലും പ്രാർത്ഥനയിലും എന്താ പറയുക ഉറ്റിരുന്നതാണ്. ഹല്ലേലൂയ. ഉറ്റിരുന്നപ്പോഴാണ് അവിടെ ഭയങ്കര മിറക്കിൾസ് നടന്നു. പിന്നെ അവർ പഴയ നിലവാരമല്ല, പഴയ പത്രോസിനല്ല പിന്നെ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. പഴയ അങ്കനല്ല ഞാൻ കാണാൻ പോകുന്നത്. ഹല്ലേലൂയ. അമ്മേ, അതൊരു പൗലോസാണ്, ഞാൻ നല്ല പ്രവചിച്ചാണ്. ഹല്ലേലൂയ. അമ്മേ, അത് ദൈവത്തിന് വിഷമിക്കുമ്പോൾ ഒരു വ്യക്തി അതിനെ പറയണം, ഇരുവരും പട്ടണത്തിൽ പിടിക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ അതുപോലെ ഇതുപോലെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും വെറുതെ ഇരിക്കരുത്, സുവിശേഷം പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മളകത്താരായിരിക്കും യേശു. അത് നമ്മുടെ കടമയാണ്. നമ്മള് ദൈവത്തെ പ്രസംഗിക്കണമെന്ന് നമ്മൾ ഉള്ളിലെതിരെ പരിശുദ്ധാത്മാവിനെതിരെ പ്രസിദ്ധകൊണ്ടേയിരിക്കും. ഒരു തടസ്സമൊന്നുമില്ല. ഹല്ലേലൂയ. നമുക്ക് വെറുതെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടായ അനുഭവം വെച്ച് കഴിഞ്ഞാൽ എന്ത് ഞാൻ ചെയ്യണം, അടുത്ത കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ കർത്താവ് പറഞ്ഞ് നെയ്യാറ്റിങ്കര ദേശത്ത് പോയി എന്ത് ചെയ്യുക, സുവിശേഷം അറിയിക്കുക എന്ന് പറയും. പക്ഷെ ഇത് മാത്രമേ എനിക്ക് ഒരു ചിന്തയുള്ളൂ. പക്ഷേ ഞാൻ അറിയാമോ, നെയ്യാറ്റിൽ എങ്ങനെ ഞാൻ അറിയിക്കും, മറ്റേ എന്താ പറയുക, ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. എന്നാലും എങ്ങനെ പോകുന്ന ആലോചിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഈ ശബ്ദം കേട്ടിട്ട് വീണ്ടും 3 മാസം വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അടുത്ത് എന്ത് ചെയ്യണം, കർത്താവ് ഉണ്ടാകാതിരുന്നു. വീണ്ടും 3 മാസം കഴിഞ്ഞ് പിള്ളേരെ സ്കൂളൊക്കെ അടച്ച സമയത്ത് 2 പയ്യന്മാരെ വിളിച്ചിട്ടുണ്ടെന്ന് അറിയാമോ, പ്രാക്ടീസ് ആലോചന ചെയ്തു. അതിൽ പ്രാക്ടീസ് ബൈബിളും പണ്ടാണ്, ബൈബിളും ട്രാക്റ്റായിട്ട് ഓരോ ഹിന്ദു ഏരിയ ആണ് പാലക്കാട് ദേശത്ത്. അവിടെ ഓരോ വീടുകളും ട്രാക്റ്റ് ബൈബിളും കൊടുത്ത് അങ്ങനെ ലാസ്റ്റ് ഒരു ബൈബിളുണ്ട്. അപ്പൊ നമ്മളുടെ ഈ ഒരു ബൈബിൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിനാവും, ഇനി വീട്ടിൽ പോകാം. കാരണം ബൈബിളെ 10-20 ബൈബിളുണ്ട്, തീർന്നു. എല്ലാ വീടും കൊടുത്താൽ അപ്പോൾ കാണാം ഒരു റൗഡി പോലെ ഒരു ചേട്ടൻ നമ്മളെന്തിനാ വിളിക്കുന്നത്, അപ്പൊ ഞാൻ ഇത് പറയാണ്, ആ ചേട്ടൻ അടിക്കാനായിരിക്കും വിളിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഓർഡർ നിങ്ങളെ ഫ്രണ്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാൻ മാറി നിൽക്കുകയാണ്. അപ്പൊ അയാൾ ഓടി വന്ന് ചോദിക്കുകയാണ്, എന്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞു ബൈബിളാണ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, എനിക്കൊരു ബൈബിൾ തരുമോ. ഹല്ലേലൂയ. അപ്പൊ നമ്മളിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി അനുഭവം കിട്ടും. ഹല്ലേലൂയ. സംഭവം വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ചെവി കേൾക്കത്തില്ല. അയാള് ക്ഷേത്രത്തിലെ പൂജാരിയാണ്, അയാൾ ബിനുവാണ്. പക്ഷെ ഞാൻ രാത്രി 2 മണിക്കൂർ ഫോൺ വഴി സംസാരിച്ചു. നമ്പറെ കാണിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ 2 മണിക്ക് സംസാരിച്ചു. 2 മണിക്കൂർ രാവിലെ സംസാരിച്ച്, രാത്രി 2 മണിക്കൂർ സംസാരിച്ചു ഫോൺ വഴി. സുവിശേഷം തന്നെ പറഞ്ഞത്. അയാള് ക്ഷേത്രത്തിലെ ഭാരവാഹി കൂടിയാണ്. അയാൾ 3-ാമത്തെ ദിവസം ഞായറാഴ്ച ചർച്ചിൽ വന്നിട്ട് നമ്മളത് പറഞ്ഞു, ഒരു ചെവി എന്തെങ്കിലും കേൾക്കത്തില്ല, ഒരു ചെവി ഔട്ടാ, സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ചു, ഒരു ചെവി ഓപ്പണായി. ഹല്ലേലൂയ. അതാ ഒരൊറ്റ സാക്ഷ്യം കൊണ്ട് എങ്ങനെയാണോ ആ ദേശത്തിലുള്ള എല്ലാവരും നമുക്ക് കാണാൻ പറ്റും. അവരൊറ്റ സാക്ഷ്യം. എന്നിട്ട് ഞാൻ തന്നെ അവൻ ബ്രദറായിട്ട് സ്നാനം കൊടുത്തു. ഹല്ലേലൂയ. സ്നാനം കൊടുത്തു. അയാൾ
കർത്താവോട് ചേർന്ന്. ഹല്ലേലൂയ. അതുപോലെ നമുക്ക് ആ ദേശത്തിൽ ഒത്തിരി ആൾക്കാരെ കിട്ടി. അവിടെ നമ്മുടെ ദേശത്തെ കൂട്ടായ്മ ഒരിക്കലും ഉണ്ട്. ഹല്ലേലൂയ. ആ ശനിയാഴ്ച വൈകുന്നേരമാണ് നമ്മൾ ആ കൂട്ടായ്മ സെറ്റ് ചെയ്തത്. അപ്പം ഞാൻ പറയണം, നിങ്ങൾ ഒരാളിൽ ഇറങ്ങി കഴിയും, ഒരുവർ ഇരുവർ പട്ടണത്തെ പിടിക്കുക. അത് നമുക്ക് വേണ്ടിയിട്ടല്ല, യേശുവിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഈ അന്ത്യകാലത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞ സകല ജഡത്തെ നേടണം. ഒരു വ്യക്തി പോലും നശിച്ച് പോകരുത്. നമ്മൾ യൂട്യൂബില് സരോജിനി എന്ന് പറഞ്ഞ് അടിച്ചു നോക്കിയ ഒരു പെൺകുട്ടി, അവള് നരകത്തിൽ പോയിട്ട് അവിടെ കണ്ട കാഴ്ചകളൊക്കെ വന്ന് നമ്മളിവിടുന്ന് പറയാണ്. നരകത്തിൽ കിടന്ന അവസ്ഥ, 2 മണിക്കൂർ നരകത്തിൽ കിടന്നിട്ട് അവളുടെ അനുഭവം പറഞ്ഞതാണ്. അപ്പം അത് എന്താ പറയുക, അത് ഒരു ചെറിയ പാപങ്ങൾ ചെയ്ത ഒരു ചേച്ചിയാണ്. അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് പ്രഗ്നൻറ്റ് സമയത്ത് മരിച്ചുപോയി. മരിച്ചിട്ട് നേരെ എന്താ പറയാമോ, ദൂതന്മാരുടെ എന്തറിയാമോ ജീവന്റെ പുസ്തകത്തിൽ കൊണ്ടുവരുന്നത്. അപ്പം മുഖ്യമായി അവരുടെ പേരില്ല, ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരില്ല. പക്ഷെ എന്താ പറയുക, അത് ഈ ക്രിസ്ത്യാനൊക്കെ തന്നെയാണ്, പക്ഷെ ജീവന്റെ പുസ്തകത്തിൽ പേരില്ല. അപ്പോൾ ലിസ്റ്റ് നോക്കിയപ്പം, പാപത്തിന്റെ ലിസ്റ്റ് നോക്കിയപ്പോൾ കാണാം, ഇവിടെ ചെയ്ത പാപം അസൂയപ്പെട്ടു, പിന്നെ മറ്റുള്ളവരെ ദ്രോഹിച്ചു, എരിച്ചൽ എന്ന് വെച്ചാൽ തമിഴില് എന്തിനാണ് എരിച്ചൽ എന്ന് പറഞ്ഞാൽ അതെ, അങ്ങനെ കുറെ സംഭവങ്ങൾ. പിന്നെ അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവർ 2 മണിക്കൂർ എന്തറിയാമോ അപ്പൊ ഇവിടെ എന്തറിയാമോ, ഈ പിശാച് വന്നിട്ട് എന്തറിയാമോ ഇവരെ എന്തിനാ വിളിച്ചുകൊണ്ട് നേരെ നരകത്തിൽ കൊണ്ടുവിടും. നരകത്തിൽ കൊണ്ടുവിട്ടിട്ട് പിന്നെ 2 മണിക്കൂർ കിടന്ന് കരയാണ്, യേശുവേ എന്നെ എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് ഭൂമിയിലാക്കണം, എനിക്ക് 1 മിനിറ്റ് എനിക്ക് മാപ്പ് ചോദിക്കാൻ വേണ്ടി 1 മിനിറ്റ് എനിക്ക് ഭൂമിയിൽ ഇറങ്ങും. അപ്പം സാത്താവെന്ന് പറഞ്ഞ്, നിനക്കിനി ഭൂമിയിൽ പോകാൻ പറ്റത്തില്ല, നിന്റെ ആയുസ് കഴിയും, നിനക്ക് ഇനി നിത്യമായ നരകം, നിന്റെ ആയുസിന് ഭൂമിയിൽ നിനക്ക് പോകാനേ പറ്റത്തില്ല. അപ്പോൾ ആ സമയത്ത് എന്താ പറയാമോ, കുറെ അഭിഷിക്തന്മാരൊക്കെ ചേർന്ന് പറയാമോ, ഈ പിഞ്ചു കുഞ്ഞ് പ്രഗ്നന്റ് ആയി അമ്മ മരിച്ചതാണ്. അപ്പൊ പിഞ്ചു കുഞ്ഞാ വെച്ചിട്ട് നെഞ്ചോട് ചേർന്ന് കരയാണ്. അമ്മമാരും ഈ അഭിഷിക്തന്മാരെ പാസ്റ്റർമാർ ചേർന്നത് ഭയങ്കര കരച്ചില്ല. എന്തെന്നറിയാമോ, കർത്താവേ ഞങ്ങൾ ഈ കുഞ്ഞിനെ വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് അവളെ തിരിച്ചു തന്നേ പറ്റുന്ന പറഞ്ഞ് വാശി പിടിച്ച് കരയാണ്. ഈ കരച്ചിട്ട് സ്വർഗം കേട്ടു. ഹല്ലേലൂയ. ഞാൻ പറയാം, നമ്മളൊന്ന് വാശി പിടിച്ച് കരയാണെങ്കിൽ നമുക്ക് ഈ ദേശം പിടിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ദൈവം മനസ്സലിവുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയാം, നമ്മൾ എവിടെ നമ്മളപ്പം നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ ആരും രക്ഷിക്കപ്പെട്ടില്ല, നമ്മുടെ അയൽവാസിയെ രക്ഷിക്കപ്പെട്ടില്ല, നമ്മളൊന്ന് ഇറങ്ങി കഴിച്ചിരിക്കുമ്പോൾ കിട്ടുന്നേ ഉള്ളൂ. കാരണം ദൈവം പ്രാർത്ഥിക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ യേശുദ്ധരമ്മ ഉടനെ തന്നെ നരകത്തിൽ കിടന്ന അവളെ മകളെ എന്നൊരു വിളിച്ചിട്ട് പറയാണ്, ഈ കയറി വന്നെങ്കിൽ ഭൂമിയിലോട്ട് പോകുന്ന പറയും. അപ്പൊ കാണാം, ഇവിടെ നരകത്തിൽ നിന്ന് വന്ന നേരെ യേശുവിന്റെ ഫ്രണ്ട് നിൽക്കും. യേശു ഫ്രണ്ട് നിന്നപ്പോ ഇവളിങ്ങനെ ആ സാക്ഷ്യത്തിൽ അങ്ങനെ ഉണ്ട്, അവളിങ്ങനെ കണ്ണിങ്ങനെ പൊത്തി വെച്ചു. കാരണം ഭയങ്കര ബ്രൈറ്റ്നസ്സാ, പ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അവൾ കാണാൻ പറ്റുന്നില്ല, യേശുവിനെ കാണാൻ പറ്റുന്നില്ല. യേശു പറഞ്ഞ്, മോളെ നിന്റെ പാപമെല്ലാം ഞാൻ നിലയത് മാറ്റി, ഇനി നീ മര്യാദയ്ക്ക് ജീവിക്കും, ഇങ്ങനെ ഭൂമിയിൽ അവൾ വിളിക്കുകയാണ്, നീ പോകുന്നത്. അവൾ പോയപ്പോ ഭൂമിയില് വന്ന് അവള് എന്തറിയാ നല്ലൊരു ശുശ്രൂഷയായി മാറി, കർത്താവിന്റെ വേലക്കാരിയായി മാറി. അവളിവിടെ അനേക ജനങ്ങൾ എണീറ്റ്. ഹല്ലേലൂയ. അവരൊറ്റ സാക്ഷ്യത്തിൽ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയാം, നിങ്ങൾ 1 സ്റ്റെപ്പ് വെച്ചാൽ മതി, ദൈവം 1000 സ്റ്റെപ്പ് വയ്ക്കാൻ ദൈവം തയ്യാറാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫലം കായ്ക്കണമെന്നാണ് ശരിക്കും പറഞ്ഞ ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് എല്ലാവരും ദൈവം ഫലം കായ്ക്കണം. മനസ്സിലായല്ലേ? നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങൾക്ക് എന്ത് ചെയ്യും? വെട്ടി മുറിച്ച് കളയും. ഹല്ലേലൂയ. അപ്പൊ നമ്മളിത് ദൈവത്തിന് വേണ്ടി നല്ല ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ഈ ഉൽപ്പത്തി 8:21 വായിക്കുമ്പോൾ അതില് ഇങ്ങനെ 38:20 ഇങ്ങനെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവുകളിലും ചിലത് എടുത്ത് യാഗപീഠത്തിന് വേണ്ടി ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസനം മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത് സൗരഭ്യവാസന വളർന്നപ്പോൾ. അപ്പൊ ഈ ദൈവത്തിന് സൗരഭ്യവാസന വളർന്നപ്പോൾ, അതായത് നമ്മുടെ ഈ പ്രാർത്ഥന, ഈ വചന വായ്പൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ വാസന ഉള്ളത്. സ്വതം ഗോറമേലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പാപം നിറഞ്ഞൊരു മേഖലയാണ്. ദൈവം ഇതിനൊക്കെ നശിപ്പിച്ചിട്ട് ഈ നോഹയുടെ അടുത്തൊക്കെ പറയുകയാണെങ്കിൽ രക്ഷപ്പെടും, പെട്ടെന്നുണ്ടാക്കി രക്ഷപ്പെടാം, കയറുന്നവരെ കയറട്ടെ. കയറുന്നവരെ കയറിയാൽ മതി, ആരും നിർബന്ധിക്കണ്ട. അപ്പം നോഹ ശരിക്കും പറഞ്ഞ് പെട്ടകളൊക്കെ ഉണ്ടാക്കി വെച്ചു. പെട്ടകം ഉണ്ടാക്കി വെച്ചിട്ട് ആദ്യം സുവിശേഷം പറയാണ്, മഴ വരാകുമ്പോൾ നിങ്ങളെല്ലാവരും അകത്ത് കയറും. മഴ എന്ന് പറഞ്ഞാൽ അവർ ശരിക്കും കേട്ടിട്ട് പോലുമില്ല. അവരെ കണ്ടിട്ടുള്ള മഞ്ഞ് കൊണ്ട് നനയ്ക്കുന്ന സംഭവം മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ മഴ എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഒന്നുമില്ല, മഴ. അപ്പൊ എന്തായാലും എല്ലാവരും നോഹയെ പരിഹസിക്കാൻ തുടങ്ങി, കൃഷിക്കാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നോഹയുടെ 8 പേര് മാത്രം എന്തെന്നറിയാമോ ആ പെട്ടകത്തിൽ കയറി. ഇന്ന് ഈ സഭയ്ക്കകത്ത് പുറത്ത് ഒത്തിരി പേരുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം ആ കാര്യം. ഹല്ലേലൂയ. നമ്മൾ സേഫായി
നമ്മുടെ കുടുംബത്തിൽ ഈ അനേകരുണ്ട് വരാൻ. ഹല്ലേലൂയ. ഒത്തിരി പേര് വരാനുണ്ട്. ഈ ഹാള് ഫുള്ളവരാനുണ്ട്. അതെ, ഇതേപോലത്തേക്ക് അനേകം സഭകൾ വരാനുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞ ഒന്ന് സ്ട്രോങ് ആയി നിന്നാ. ഹല്ലേലൂയ. നമ്മൾ ശരിക്കും ശക്തിയായി നമ്മൾ ശക്തീകരിച്ച് നിന്ന് കഴിഞ്ഞാൽ, അതായത് നമ്മൾ വചനം വായിച്ചും ധ്യാനിച്ചും കർത്താവിനുള്ള പ്രാപിച്ചും കർത്താവ് പറയുന്നത് അനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ ആത്മാവിനെ നേടാൻ പറ്റും. ഹല്ലേലൂയ. ഒറ്റ ലക്ഷ്യമുള്ള ആത്മാവ് നേടുക. ദൈവം പറഞ്ഞത് അത് തന്നെയാണ്. ആത്മാവുടെ എന്താണ് മാനസാന്തരം, രക്ഷ, അവരുടെ ജീവിതത്തിൽ വരിക, ഇതൊക്കെ തന്നെ ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യരായിട്ട് ജീവിക്കുക മെയിനായിട്ട്. ഹല്ലേലൂയ. മനുഷ്യൻ മൃഗമായിട്ട് ജീവിക്കരുത്. ഹല്ലേലൂയ. അവൻ സോദോം ഗൊമോറയിലും എല്ലാവരും മൃഗീയമായ ഭയങ്കര ക്രൂരാണ്. അവിടെ ചില പാപങ്ങളുടെ ചെറിയ മരണത്തിന് ഞാൻ പറയാം. അത് ഇവിടെ ഈ കൊല്ല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പറയുന്നത്. ഈ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ജീവനുള്ള ഒരു ദേഹത്തിന്, അതായത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന, ഇപ്പൊ ഞാൻ വശം ജീവിച്ചിരിക്കാം, അപ്പോൾ മരിച്ച ഒരു ഡെഡ് ബോഡിയെ എന്റെ ചേർത്ത് വെച്ചൊരു കെട്ടും അവർ കെട്ടുമ്പോൾ സംഭവിക്കുന്നറിയാമോ? ചില നിമിഷങ്ങളാകുമ്പോൾ സ്മെല്ലടിക്കും. പിന്നെ അതിൽ നിന്ന് ചീർച്ച പുഴുക്കളൊക്കെ വന്നെന്നറിയാമോ എല്ലാം ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ സ്മെല്ലും ഈ പുഴുവെല്ലാം കയറി ഞാൻ അങ്ങ് ചാവും. ഇതുപോലെ നിങ്ങൾ ആരും കേട്ടിട്ടുണ്ട് ഇതുപോലത്തെ മരണങ്ങൾ. പക്ഷെ ഇതുപോലത്തെ ക്രൂരമായ മരണങ്ങൾ ഈ ഗർഭിണികളെ പിളർക്കും എന്നൊരു വചനമുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കുതിര അവിടെ ഇവിടെ കെട്ടിയിട്ട് കാല് കെട്ടിയിട്ട് ഇങ്ങനെ കുതിരയിലെങ്കിലായിട്ട് എന്ത് ചെയ്യാൻ പറയണോ, കുതിര ഓട്ടിക്കും. അപ്പോൾ കൊച്ചിങ്ങനെ കാലിങ്ങനെ കീറിയിട്ട് കൊച്ചു വയറിങ്ങനെ ചാടും. അങ്ങനത്തെ ഭയങ്കര ക്രൂരമായ ഒരു വല്ലാത്ത ഒരു മൃഗീയമായ ഒരു ഇതായിരുന്നു ആ സോദോം ഗൊമോറയിലുണ്ടായത്. ദൈവത്തിന് അത് സഹിക്കാൻ പറ്റിയില്ല. ദൈവം അത് നശിപ്പിച്ചു കളയാൻ. ഹല്ലേലൂയ. പക്ഷേ ദൈവം പറഞ്ഞു, ഈ ഭൂമി തീ കൊണ്ട് വെന്ത് അത് നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കയറുന്നവർക്ക് കയറാം. അവൻ ക്രിസ്തുവിൽ കയറി കഴിഞ്ഞാൽ, ഒരുവൻ ക്രിസ്തുവിൽ അവൻ പുതു സൃഷ്ടിയാണ്. അവൻ ക്രിസ്തുവിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവന് ശരിക്കും പറഞ്ഞത് തന്നെയാണ്. ഹല്ലേലൂയ. പിന്നെ അവരൊരു മരണമില്ല. ഹല്ലേലൂയ. അവസാനം വരെ ദൈവത്തിനുള്ള യുഗായുഗം കർത്താവിന്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും. ആ സിസ്റ്റർ പറഞ്ഞ കാര്യമുണ്ട്. അവർ സ്വർഗത്തിൽ യേശുവിനെ കണ്ടപ്പോൾ യേശു പറഞ്ഞ ഒരൊറ്റ കാര്യം, കർത്താവ് എന്നെ ഭൂമിയിൽ അയക്കരുത്, ഞാൻ യേശുവിനെ കൂടെ നിൽക്കുകയാണ്. ഇതുപോലെ പലവരും മരിച്ചിട്ടും ഞാൻ കേൾക്കുന്ന ഒരു ന്യൂസ് ഇതാണ്. അവർ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഇനി യേശുവിനെ നിൽക്കാം, എനിക്കിനി ഭൂമി വേണ്ട. അപ്പോൾ യേശുവാണ് ശരിക്കും പറയുന്നത് അറിയാമോ, ഓളെ നീ ഭൂമിയിൽ പോകും, അവിടെ സുവിശേഷം അറിയിക്കുക. യേശു വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. യേശുവിന്റെ വേല ചെയ്യാനാണ് ദൈവം പറഞ്ഞിട്ടുള്ളൂ. യേശുവിന്റെ വേല, കർത്തന്റെ വേല. ഞാൻ രക്ഷിക്കപ്പെടും മുമ്പ് ശരിക്കും പറഞ്ഞാൽ വളരെ പാപത്തിൽ കിടന്നു, മദ്യപിച്ചിട്ടുണ്ട്. ഞാൻ അഡിക്റ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ. അത്യാവശ്യം കൂട്ടുകാരെ കൂടി കഴിഞ്ഞാൽ ചെറിയൊരു ബീറൊക്കെ എടുത്ത് ചെയ്യാറുണ്ട്. പക്ഷേ ആ വലിയ പാപം ചെയ്തില്ലെങ്കിൽ എന്നാൽ ഞാൻ പാപം ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ. പക്ഷേ സംഭവം വെച്ച് കഴിഞ്ഞാൽ അതിനെ സ്നാനപ്പെടുന്ന മുമ്പേ ഹല്ലേലൂയ. പക്ഷേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, ഞാൻ സ്നാനപ്പെട്ടു പരിശുദ്ധ നിറഞ്ഞ നേശാന്തരം ഈ പാപം കാണുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു വേദന. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു വേദന നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ പരിശുദ്ധാത്മാവിലുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ഒരു ചേട്ടൻ പറഞ്ഞ കാര്യമാണ്, ഫ്ലൈറ്റില് ഒരു 25 വയസ്സായ കല്യാണം കഴിക്കുന്ന പയ്യനാണ്. അപ്പം തൊട്ടടുത്താണെങ്കിൽ ഒരു തെറ്റായ ജോലിക്ക് വന്നൊരു പെൺകുട്ടി അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഇവനെ പ്രലോഭിപ്പിച്ചു. പക്ഷേ ഇവൻ എന്തറിയാമോ, ഇവന് മനസ്സിലായി സ്പിരിറ്റ് ഇസബലാണെന്ന് മനസ്സിലായി. ഇവൻ എന്തറിയാമോ, അസബലിന്റെ സ്പിരിറ്റിനെ വെട്ടി. ഇസബൽ എന്ന് പറയാൻ അറിയാമല്ലോ, വ്യഭിചാരത്തിന്റെ സ്പിരിറ്റാണ്. അതിനങ്ങ് വെട്ടി അവൾക്ക് സ്നാനം കൊടുത്തു. ഹല്ലേലൂയ. എങ്ങനെയാണ് ഇതാണ് അഭിഷേകം. ഒരാൾ ഒഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ അവൻ തൊടാൻ പറ്റത്തില്ല. അപ്പൊ ഇതുപോലെ പല പ്രലോഭനങ്ങൾ പല പാസ്റ്റർമാരുണ്ട്. പക്ഷെ അവർക്കെതിരെ നമുക്ക് ജയിക്കുമോ? ഹല്ലേലൂയ. അവരെ തൊടാൻ സാധാരണ കഴിയുന്നില്ല. ഹല്ലേലൂയ. പല ഏത് മേഖലയായാലും ദൈവം ജയിക്കാൻ അവിടെ കൃപ കൊടുക്കും. നമ്മുടെ സങ്കീർത്തനം 3:3 പറയുന്ന യഹോവ നമുക്ക് ചുറ്റുകൊണ്ടാണ് പരിച. യോബിന് പറയുകയാണ്, യോബിന്റെ ഭവനം ചുറ്റി വേലി കെട്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ദൈവം നമുക്ക് എല്ലാവർക്കും എന്താണ് പരിചയമാണ്. നമ്മളെ പോലും അവർക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ തളർന്നു പോകാനോ നമ്മൾ നശിച്ചു പോകാനോ ദൈവം അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇനി പ്രാർത്ഥിക്കുക, വചനം വരിക. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഓഫീസിൽ സാറ് പറഞ്ഞു, ഞായറാഴ്ച നീ വർക്ക് ചെയ്യണം. എൻ്റെ ടീം ലീഡറാണ് ശരിക്കും പറഞ്ഞ് പാര വെച്ചത്. കാരണം ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതുകൊണ്ട്, ഞാൻ ലീഡർ സുവിശേഷം പറഞ്ഞതുകൊണ്ട് അത് ഞാൻ പരിശുദ്ധം നിറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വാശിമായിരിക്കില്ല. എപ്പോഴും സുവിശേഷം പറഞ്ഞായിരിക്കും. ഹല്ലേലൂയ. ഞായറാഴ്ച ഞാൻ ബ്രദറായിട്ട് തമിഴ്നാട്ടിൽ 3 വീട് പ്രെയർ ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ബ്രദറെ നിർത്തി ഈ ക്ഷേത്രത്തിൽ പോകണം, പ്രാർത്ഥിക്കാൻ പോകണം. ശരി പറഞ്ഞു. അത് പറഞ്ഞ് ഞാൻ ബ്രദറായിട്ട് പോയി പ്രാർത്ഥിച്ചു. ആ ഒരു സംഭവം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. ഒരു ആത്മാവിനെ കണ്ട് നമുക്ക് ഹൃദയത്തിനകത്ത് വലിയ വേദന.
ഹല്ലേലൂയ. ഒരു വേദന അവരൊക്കെ നേടണം, യേശുവിട്ട് കൊണ്ടുവരണം. കാരണം അവർ യേശുവിനെ സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത് കൊണ്ട് വീഴുന്നത് നരകത്തിലാണ്. ഇന്ന് നീ നിമിഷം അവർ മരിച്ചു കഴിഞ്ഞാൽ അവരവിടെ പോകും, നിത്യമായ നരകത്തിലേ പോകുന്നുള്ളൂ. സ്വർഗത്തിൽ പോകില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ബൈബിൾ അടിസ്ഥാനത്തിൽ ജീവിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോകുന്നുള്ളൂ. എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ദൈവഷ്ടം ചെയ്യുന്നവർക്ക് മാത്രമേ സ്വർഗരാജ്യത്തിൽ അവകാശമുള്ളൂ. ദൈവത്തിൻ്റെ കൂടെ പന്തിലിരിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്തവൻ എന്തറിയാമോ, തള്ളപ്പെടും. അപ്പോൾ നമ്മൾ ഒരുങ്ങുക. 5-10 കന്യാമാരെ ഉപമ ദൈവം പറഞ്ഞുകൊണ്ട് അതിൽ 5 പേര് എന്തറിയാമോ, വിളക്കെടുത്ത് 5 പേര് വിളക്കെടുത്തില്ല. ഈ വിളക്ക് എന്ന് പറയുന്ന അഭിഷേകം പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറഞ്ഞൊന്ന് ആരാധിക്കണം, പരിശുദ്ധം നിറഞ്ഞൊന്ന് ആരാധിക്കണം. അതൊക്കെ നമ്മളിവിടെ നടക്കുന്നുണ്ട്. ഇന്ന് നല്ല ആത്മീയ ആരാധന ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടതാണ്. ഇതുപോലെ നമുക്ക് ആരാധനയൊക്കെ പങ്കെടുക്കുകയും പ്രാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അഭിഷേകം നമ്മൾ നിറയണത്. പക്ഷേ 5 പേരെന്തറിയാമോ, അവരെന്തറിയാമോ, എണ്ണ എടുത്തില്ല. അതായത് എന്തറിയാമോ, അവർ ഉണ്ടാവാതിരിക്കും. ഈ പരീക്ഷന്മാരിങ്ങനെയാണ് നിന്നുകൊണ്ട് ചെറിയ വാക്കുകളൊക്കെ പറഞ്ഞു പോകുന്ന ആൾക്കാർ, പരീക്ഷന്മാർ. അവർക്ക് അഭിഷേകത്തിൽ നടക്കുന്ന മറ്റേ സംഭവമൊന്നുമില്ല. പക്ഷേ ഇവർ ഈ ഒരു വല്ലാത്ത ഒരു പ്രയർ, കാട്ടുകുട്ടി പ്രയറൊക്കെ ചെയ്തിട്ട് എന്തറിയാമോ, ഇവരിങ്ങനെ നിൽക്കും. മനസ്സിലായി? അതാണ് അഭിഷേകം ഇല്ലാത്തവർ. അപ്പം ദൈവത്തിൻ്റെ വരവിന് എന്തറിയാമോ, അടുത്ത് എത്തുമ്പം ഇവർ അഭിഷേകത്തിൽ പറയും, എനിക്കും കൂടെ ഒന്ന് പകർന്നു തരണമേ എന്ന് പറയും. അപ്പോൾ പറയുന്നത് വിൽക്കുന്നിടത്ത് പോയി വാങ്ങിക്കുമെന്ന് പറയും. പക്ഷെ അവർ തള്ളപ്പെടും, അവർ ഒരുക്കമില്ലായിരുന്നു. പക്ഷെ നമ്മളെപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നമ്മളെ ഫ്രണ്ടിൽ ഒരു വ്യക്തി വന്നു, ഒരു ഹിന്ദു വന്നു, നമ്മളോട് സുവിശേഷം പറയുന്നു, അവരെ നേടുന്നു. അത് നമ്മൾ ഒരുങ്ങി നിൽക്കുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതാണ് നമ്മളെന്തിനാ അണച്ചു കൊടുക്കും നമ്മളത്. മനസ്സിലായല്ലേ? നല്ല ഇടയമാണ്. നമ്മൾ ആദ്യം ഇടയൻസിൻ്റെ ഒരു മൈൻഡ് നമുക്ക് സെറ്റ് ആവണം എപ്പോഴും. ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ ആരായി, നമ്മൾ ഇടയനായി. അവർ നമ്മളെ ആടുകളാണ്. നമുക്ക് അവർ ചേർച്ചയോടെ നമുക്ക് രൂപം ഉണ്ടാവും. നമ്മുടെ ഒരു അപ്പൻ്റെ ഒരു മനസ്സ് നമ്മുടെ ഹൃദയത്തിനുണ്ടെങ്കിൽ അനേകാത്മകൾക്ക് നേടാൻ പറ്റും. ഹല്ലേലൂയ. അമ്മ പാലക്കാടിലെ എൻ്റെ വിജയൻ എന്ന് പറഞ്ഞൊരു കേട്ടോ, വിജയൻ എന്ന് പറഞ്ഞൊരു ബ്രദറുണ്ട്. അവൻ എപ്പോഴും കൂടിയാണ്. കുട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ പോലത്തെ കൂടി ആദ്യം ആയിട്ടില്ല. അമ്മേ കുട്ടിയെന്ന് വെച്ചാൽ ഇതുപോലെ കൂടി വല്ലാത്തൊരു കൂടിയാണ്. പക്ഷേ അവനെ ദൈവം തോട്ടു. ഹല്ലേലൂയ. അവൻ എപ്പോൾ നല്ല കുടിച്ച് പാമ്പായിട്ട് നടക്കുന്ന സംഭവം, അവനെ ദൈവം തോട്ടു. ആമേ. ഇതുപോലെ എനിക്ക് പെട്ടെന്ന് അവരുടെ പേര് ഓർമ്മ എന്നൊക്കെ പറഞ്ഞു മാത്രം. ഇതുപോലെ അനേക പേര് ആ നെയ്യാറ്റിൻകര പട്ടണത്തിലുണ്ട്. പക്ഷേ അവരൊക്കെ ദൈവം തൊട്ടുകൊണ്ടേയിരിക്കുന്നു. ഓരോ വ്യക്തികളും ദൈവം തൊട്ടുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. കരമന പോയ ബ്രദറിൽ നടന്ന മീറ്റിംഗ്, അവിടെ അനേകം രക്ഷയിലോട്ട് വരുന്നുണ്ട് നെയ്യാറ്റിൻകര മീറ്റിങ്ങിൽ. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ ഇത് അന്ത്യകാലഘട്ടമാണ്. ദൈവം ആര് കാല് വെച്ചാലും ദൈവം അവരോട് പ്രവർത്തിപ്പിക്കും. ഹല്ലേലൂയ. ആര് ഞാൻ ബ്രദറുകൂടെ അടൂർ ഒരാളുടെ സ്ഥാനം കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അച്ഛനാണെങ്കിൽ ഈ കബഡി ജോത്സ്യനാണ്. കബഡി നിരത്തി കിണർ എവിടെ കുഴിക്കണമെന്ന് ഇയാൾ പറയും. ഇയാൾ പറയണത് കുഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടും. അത്രയ്ക്ക് വലിയ ജോത്സ്യനാണ്. അയാളുടെ മോൻ ഞാൻ സുവിശേഷം പറഞ്ഞു രക്ഷയിലോട്ട് വന്നു. ഞാൻ ബ്രദറായിട്ട് അടൂര് പോയി സ്ഥാനം കൊടുത്തു. ആ സ്ഥാനം കൊടുത്തതിന് അന്ന് സാബു ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. സാബുല്ല, സാബു വന്നിട്ടുണ്ട് അടൂരിൽ. ഹാലിൽ നിങ്ങൾക്കറിയാമോ സാബുവിനെ? ആദ്യമറിയാം. അപ്പോൾ ഒത്തിരി പേര് ഇവിടെ നിന്നൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഫലം കായ്ക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ഞാൻ മാത്രമല്ല, ബ്രദർ മാത്രമല്ല ഫലം കായ്ക്കേണ്ടത്, നിങ്ങളും ഫലം കായ്ക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. പക്ഷേ എനിക്ക് ആ മാമസുഖം ഉണ്ടായിരുന്നു. പക്ഷേ ക്രിസ്തുവിൽ വന്നതിനെ ശരിക്കും ദൈവം ജയിക്കാൻ വേണ്ടി കൃപ തന്നു. ഓരോ മേഖലയിൽ ജയിക്കാൻ വേണ്ടിയിട്ട്, മദ്യവിദ്യയിൽ നിന്നും പല മേഖലയിൽ നിന്ന് ജയിക്കാൻ വേണ്ടി. ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ അവ പന്ത് കണക്കിനാണ് ശമ്പു ഒക്കെ വാക്കത്ത് വയ്ക്കുന്നത്. പക്ഷെ അവനും ദൈവം തൊട്ടപ്പോൾ എന്തര അവൻ ഇന്നലെ പ്രസാക്ഷ്യമാണ്. ദൈവം തൊട്ടപ്പോൾ അവനെന്തര നേരായി വന്നു, അവനും ഫലം കഴിക്കുന്നതിനായി മാറി. ഹല്ലേലൂയ. അവിടെ നമ്മളീ തെറ്റായ, അതായത് ഈ ദുശീലങ്ങൾ ഒന്നും നമ്മളെന്തരമാ നമ്മൾ അതിനായിട്ട് അങ്ങോട്ട് പോരും. അഥവാ അങ്ങനെയുള്ള വ്യക്തി നമ്മൾ കാണുമ്പോൾ നമ്മളെ മനസ്സിൽ വേദന ഉണ്ടാവണം. നമ്മളെന്തര അവർക്ക് സുവിശേഷം പറയണം. കാരണം ഇപ്പം ഇത് വെച്ചുകൊണ്ട് ഇന്ന് മരിക്കുവാണെങ്കിൽ വന്ന് വീണ കുഴിയില്ല. പക്ഷേ ദൈവം നമ്മൾ കണക്ക് ചോദിക്കും, നിന്നെ അവിടെ വിട്ടതല്ലേ, നീ എന്തുകൊണ്ട് നീ ആ സുവിശേഷം പറഞ്ഞില്ല? നമ്മുടെ കണക്ക് ചോദിക്കും. മനസ്സിലായല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തരേമോ നമ്മൾ അവിടുത്തെ ശക്തമായ സുവിശേഷം പറഞ്ഞ് അവനെ എന്തരേമോ ദൈവത്തോട് അടുപ്പിക്കുക. എനിക്കാണെങ്കിൽ 1 മാസത്തിനകത്ത് വെച്ച് ഒരു ബൈബിൾ ഫുള്ള് വായിച്ച് തീർത്തില്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു വിഷമമാണ്. ഈ മാസം തന്നെ ഒരു 5 പ്രാവശ്യമെങ്കിലും വായിച്ചായിരിക്കും. കഴിഞ്ഞ മാസം 12 പ്രാവശ്യമെങ്കിലും ബൈബിൾ ഫുള്ള് വായിച്ചായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ അതുപോലെ നിങ്ങളും വായിക്കണം. എനിക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്തിനെ അനുഗമിക്കുന്നോ അതുപോലെ തന്നെയാണ് നമ്മളെന്ത് ചെയ്യും, നമ്മളെ പ്രൊസീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ദൈവത്തെയാണ് അനുഗമിച്ച് ദൈവത്തോടെ ഇരിക്കുവാണെങ്കിൽ എന്തേ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ വെളിപ്പെടുകൊണ്ടേയിരിക്കും. ബ്രദർ ചുമ്മാ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഇത്ര രോഗമുണ്ട് പറയും. എനിക്ക് പണ്ടെനിക്ക് ഞാൻ ബ്രദറിന്റെ കൂടെ നടന്ന് ഇതൊക്കെ എനിക്ക് പറയാം.
ആ പുതപ്പിൽ എനിക്കും കൂടെ ഒരു ഷെയർ കിട്ടി. ഹല്ലേലൂയ. ബ്രദർ ഇല്ലെങ്കിലും ഞാൻ എവിടെ പോയാലും അവിടെ ഭൂതങ്ങൾ ഇളവുന്നുണ്ട്, രോഗികളെ സൗഖ്യങ്ങളുണ്ട്. ബ്രദറിനറിയാം, ചോദിച്ചു നോക്കിയാൽ. ഹല്ലേലൂയ. ഒത്തിരി അടുത്ത്. അപ്പൊ അതുപോലെ നമ്മള് കൃപാവരങ്ങളൊക്കെ നിൽക്കുന്ന ബ്രദർ അറിയാം, ബ്രദർ നല്ല ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും. പക്ഷെ അത് കൂടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കൃപാവരം ചുരുക്കി. ആമേ, നിങ്ങളും ഫലം കഴിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ല? അനേകം കൃപാവരങ്ങൾ ഭൂതങ്ങൾ നിങ്ങളിൽ വിട്ടുപോകും, രോഗികൾ നിങ്ങളിൽ വിട്ടുപോകും, രോഗസൗഖ്യം ഉണ്ടാവും. ഹല്ലേലൂയ. ആമേ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മ നിയന്ത്രിച്ച് ആമേ ഇവിടെ അങ്കിൾ ഞായറാഴ്ച പ്രസംഗിക്കുന്ന പോലെ ഇനിയും നിങ്ങളും പ്രസംഗിക്കും. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന അതാണ്. ദൈവം ഫലം കായ്ക്കുന്ന ദൈവം പറഞ്ഞു, എന്റെ മുന്തിരി വള്ളി എന്റെ വള്ളിയിൽ കായ്ക്കാത്തതൊക്കെ ദൈവം വെട്ടിക്കളയും. നമ്മൾ ദൈവത്തിന്റെ വള്ളിയിൽ നിന്ന് പിടിച്ചെങ്ങനെ നിൽക്കണം. പരിശുദ്ധാത്മാവ് വരും. ഹല്ലേലൂയ. ആമേ, ആമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. എനിക്കറിയാം നിങ്ങളുടെ വീട്ടില് ഇനിയും അനേക പേര് സ്നാനപ്പെടാനുണ്ട്, യേശുവിനെ അറിയാനുണ്ട്. പക്ഷേ നിങ്ങളില് ഇവിടെ കത്തുന്ന തീ അവിടെ കത്തിക്കഴിഞ്ഞു. ഹല്ലേലൂയ. അവിടെ ആമേ. പക്ഷെ എൻ്റെ വീട്ടില് ഞാൻ എന്തറിയാമോ, എൻ്റെ ഒരു സാക്ഷ്യം കൂടി പറഞ്ഞുതരാം. അതിൻ്റെ അർത്ഥം ഞാൻ രക്ഷയ്ക്ക് വരുന്ന മുമ്പേ എൻ്റെ ഫോണിൽ സിനിമ കാണണം. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ പറയാം പെന്തക്കോസ്ത് പള്ളിയിലാണ് പണ്ട്. അപ്പൊ അവര് പെന്തക്കോസ്ത് പള്ളിയിൽ പോകണമെങ്കിൽ ഞാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺവെൻഷൻ സ്റ്റൈലില്ല, ഒരു റോഡിൽ നടക്കുന്ന ഒരു പരിപാടി കാണാനാണ് ഞാൻ പോയത്. അവൻ കൽപ്പാട് പെന്തക്കോസ്ത് പള്ളിയിൽ. അപ്പൊ ഇവരുടെ കൂടെ ഞാൻ പോയത് ഒരു കൺവെൻഷൻ സ്റ്റേജില് ഇരിക്കുക. കൺവെൻഷൻ സ്റ്റേജിൽ ഇരുന്നപ്പോൾ ഏറ്റവും പുറകെ ഞാൻ ഇരിക്കുക. ഞാൻ ഇരിക്കുന്നില്ല, എൻ്റെ ആവശ്യത്തിന് മൊബൈലിൽ എന്താ പറയുക, സിനിമ ഡൗൺലോഡ് ചെയ്യും, നെറ്റ് എടുത്ത് ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷെ അയാൾ പറഞ്ഞ ഓരോ വാക്ക്, അയാൾ പറഞ്ഞത് ഈ തുളസിയില് എല്ലാവരും എന്താ പറയുക ദൈവമായിട്ട് അംഗീകരിക്കണം, ആരാധിക്കണം. പക്ഷെ തുളസിനെ ചോദിച്ചാൽ തുളസി നീ ദൈവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുളസി കിട്ടാതിരിക്കും. തുളസി പറയും ഞാനല്ല ദൈവം. മനസ്സിലായില്ല? സൂര്യനെ ചോദിച്ചു സൂര്യ നീയാണോ ദൈവം ചോദിച്ചാൽ സൂര്യൻ പറയും ഞാനല്ല ദൈവം. പല വിഗ്രഹങ്ങളും നിരത്തി വെച്ചിട്ട് നീയാണോ ദൈവം ചോദിച്ചാൽ അവരെല്ലാം മിണ്ടാതിരിക്കും. ഹല്ലേലൂയ. പക്ഷെ ഏലിയാവ് ആരാധിച്ച ഒരു ദൈവമുണ്ട്, തീ ഇറക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ എന്റെ ഹൃദയത്തിൽ അങ്ങനെ കൊണ്ട് ഹല്ലേലൂയ. ഞാൻ ശരിക്കും പറഞ്ഞാൽ പിന്നെ എത്രയാമോ ഞാൻ ബൈബിള് വായിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ ബൈബിള് വായിക്കും തോറും എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഭാരം ഇങ്ങനെ ഇറങ്ങുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് ആർക്കും ആ അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്കെന്നുണ്ടായി. വലിയ ഭാരം ഇങ്ങനെ ഒഴുകി മാറുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥ എനിക്ക് ഉണ്ടായി. പരിശുദ്ധാത്മാവിനെ തൊട്ടു ആമേ. എനിക്ക് ഭയങ്കര സന്തോഷം, വചനം വായിക്കുന്നതനുസരിച്ച് എനിക്ക് സന്തോഷം കൂടിക്കൊണ്ടിരുന്നു. ആമേ. ഞാൻ മുറുകെ പിടിച്ചു, വചനത്തിൽ ഞാൻ മുറുകെ പിടിച്ചു. ഹല്ലേലൂയ. അവിടെ നിന്ന് ഞാൻ അറിയാമോ ഈ ബ്രദർ പോകുന്ന ആ പള്ളിയിലൊക്കെ പോയി. ഹല്ലേലൂയ. ഞാൻ സ്നാനപ്പെട്ടു. പിന്നെയാണ് ബ്രദറായിട്ട് ഞാൻ അവിടെ കണക്റ്റ് ആവുന്നത്. ഹല്ലേലൂയ. പിന്നെ എന്തറിയാം, പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞ് എവിടെ പോയാലും ഞാൻ പോലും അറിയാതെ സുവിശേഷം പറയുക. ഞാൻ കഴിഞ്ഞിട്ട് അങ്ങേ മാസം ഒരു സ്ഥലത്ത് മീറ്റിംഗ് പോയിട്ട് തിരിച്ചു വരുന്ന വഴി തെറ്റിപ്പോയിട്ട് ഞാനിങ്ങനെ സ്ഥലം മാറിപ്പോയില്ലെന്ന് പറഞ്ഞ് ഒരാൾ വഴി ചോദിക്കാന്ന് പറഞ്ഞിട്ട് നിന്നപ്പോൾ ഒരു അങ്കിളാണെങ്കിൽ കാലിങ്ങനെ മുറിവ് ഇവിടെ നിങ്ങൾ ഒറ്റ മരം കെട്ടി വെച്ചിരിക്കുക. ഒരു അങ്കിൾ, വയസ്സായ അങ്കിളാണ്. അപ്പോൾ ഈ അങ്കിളാണെന്ന് അറിയാമോ, ഞാൻ ചോദിക്കുകയാണ്, സാധാരണ ഞാൻ ഇത്ര വഴിയാണ് ചോദിക്കുന്നത്, ഞാൻ ചോദിക്കുകയാണ് ഞാൻ പാസ്റ്ററാണ്, ഞാൻ പ്രാർത്ഥിക്കട്ടെ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങി ടീമായിട്ട് ഇറങ്ങി അയാൾ കണ്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഇപ്പുറത്ത് വേറെ വീട്ടിലായിട്ട് നിങ്ങൾ എന്തിനു വന്നതാണ്, നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. ഓ ശരി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരെയാണ് പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അവരെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. പക്ഷെ പിറ്റേ ദിവസം അവർ നമ്മുടെ ഫോൺ നമ്പർ കാണിച്ചുകൊണ്ട് പിറ്റേ ദിവസം അവർ നമ്മളെ വിളിച്ച് പറയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കാര്യം സുഖമായ. ഹല്ലേലൂയ. അടുത്ത് എന്ന് വരുമെന്നാണ് അവർ ചോദ്യം. ഹല്ലേലൂയ. എന്ന് വരും. അപ്പം നമ്മളെ നയിക്കുന്ന ഒരു സ്പിരിറ്റ് ആരാണ്? യേശുവാണ്. നമ്മൾ മറ്റൊരു ആശ്രയം. എൻ്റെ ഫോണിൽ യൂട്യൂബൊന്നുമില്ല, ഫേസ്ബുക്കില്ല. സാധാരണ എല്ലാ ഫോണിലും യൂട്യൂബ് ഉള്ളതാണ്. പക്ഷെ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്കും എൻ്റെ ഫോണിൽ യൂട്യൂബ് എടുക്കാം. കാരണം പപ്പയുടെ തന്നാൽ കുഴപ്പമില്ല. പക്ഷേ ഇല്ല, സാധനത്തില്ല. കാരണം എനിക്ക് ലോകപരമായിട്ട് വന്നിട്ട് ഈ വാട്സപ്പ് ഓഫീസുമായി ബന്ധപ്പെട്ട് കുറച്ച് ലിസ്റ്റ് അയക്കുന്നതുകൊണ്ട് എനിക്ക് വാട്സപ്പ് വേണം. അല്ലാതെ വേറെ ഒരു ലോകപരമായിട്ടൊരു വീഡിയോസ് നമ്മളെ ഫോണിൽ ഇല്ല. അജ്ഞമായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം ഈ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പ്രസംഗിക്കാൻ വേണ്ടി കാര്യങ്ങൾ. അല്ലാതെ ഞാൻ പറഞ്ഞത് നിങ്ങൾ യൂട്യൂബിൻ്റെ പിറകെയോ ഫേസ്ബുക്കിൻ്റെ പിറകെ ഒന്നും പോകാതെ ആദ്യം ചെയ്യണം നമ്മളൊന്ന് ബലപ്പെടണമെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിക്കും. നമുക്ക് പ്രവചിക്കാൻ പറ്റും. നമ്മൾ ദൈവം സ്വപ്നത്തിൽ സംസാരിക്കും. മനസ്സിലായി? പണ്ടൊന്നും യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും ഇല്ലായിരുന്നു, ബൈബിൾ മാത്രമേ ഉണ്ടായിരുന്നു. അന്ന് അപ്പച്ചന്മാരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കേട്ടല്ലോ, അപ്പച്ചൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, ആ റൗഡിൽ വന്ന് അടിക്കാൻ കൈ വാങ്ങും. പക്ഷേ കൈ വാങ്ങിയിട്ട് കൈ താഴില്ല, കൈ അനങ്ങില്ല. പ്രസംഗം തീരുന്നവരെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും.
വച്ചിട്ട് പ്രസംഗം തീരുമ്പം എപ്പോൾ സ്നാനം ചോദിക്കും. ഹല്ലേലൂയ. ഇതാണ് പണ്ടത്തെ അഭിഷിക്തന്മാരുടെ. പക്ഷെ ഇപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. ഇപ്പോഴും ഒത്തിരി പേര് ഇതുപോലെ എന്തൊക്കെ പറയാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരിന്നലെ എപ്പോഴും മുട്ടമ്മയെ പ്രാർത്ഥിച്ച് തീയായി നിൽക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ശരീരം ഭയങ്കര ഫയറാണ്. നമ്മൾ പോലും അറിയാതെ കയ്യും കാലൊക്കെ പെട്ടെന്ന് തീ പോലെ ജ്വലിച്ച് ഇങ്ങനെ ഇറങ്ങും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ അനുഭവം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നല്ല ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയൊക്കെ ചെയ്യണം. പരിശുദ്ധന്മാർ തീയ പൗലോസ് പറഞ്ഞ പോലെ എനിക്ക് ദൈവത്തിന്റെ ആ പരിശുദ്ധന്മാർ തീ എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യണത്. പുസ്തകത്തിൽ വായിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക, നമ്മൾ ആ തീ ജ്വലിച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധന്മാരുടെ അഗ്നി നമ്മൾ ജ്വലിച്ച് കഴിഞ്ഞാൽ നമ്മൾ തീപ്പന്തം പോലെ പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ. ശരിക്കും പറയാം, നമ്മൾ ഈ മീറ്റിങ്ങിന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ശരിക്കും ആ തീ പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അത് ജ്വലിപ്പിച്ചെടുക്കണം നിങ്ങളതാണ്. അതിന് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ബൈബിളോ അങ്ങനെ പ്രാർത്ഥന തന്നെയാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലുത്. നമ്മളിപ്പോൾ ആഹാരം കഴിക്കുന്ന ചോറ് കറി എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മളെ ആത്മീയ അകത്ത് മനുഷ്യന് ആവശ്യമുള്ള സാധനം ഇതാണ്. വചനം കേട്ടുകൊണ്ടേയിരിക്കുക, വചനം പറഞ്ഞുകൊണ്ടേയിരിക്കുക, വചനം വായിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ദൈവം സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ദൈവം സംസാരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും വലുത്. മനുഷ്യരിൽ ആശ്രയിക്കുന്നത് യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതാണ്. പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നത് യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതാണ്. വചനം പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇത്രയും വചനകാലം ദൈവം സമൃദ്ധി അനുഗ്രഹിക്കേണ്ടത്. ഇനി പ്രധാന കുറച്ച് സംസാരിക്കും. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വചനം വായിക്കാമോ? മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ വായിക്കും. മത്തായി സുവിശേഷം 3-ാം അധ്യായം 13. അനന്തരം യേശു അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാൻ അവനെ വിലക്കി, നിന്നെ സ്നാനമേൽപ്പാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാക്കുന്നത് നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ ശബ്ദമുണ്ട്. ഹല്ലേലൂയ. ഉറക്കം വന്നൊരു ഹല്ലേലൂയ പറ. എല്ലാവർക്കും ഉറക്കം വന്നു. ഹല്ലേലൂയ. നല്ല തണുത്ത കാലാവസ്ഥ, ഉറങ്ങരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശു നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. അടുത്ത് ഒരു അടി കൊടുത്തിട്ട് പറ, ഉറങ്ങരുതെന്ന്. അടി കൊടുത്തിട്ട് ഉറങ്ങരുത്. തണുപ്പാണ്, ഉറങ്ങരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോനെ നമ്മുടെ അപ്പനൊക്കെ ബൈബിൾ തുറന്ന് വെച്ചോട് സിസ്റ്റർ. അവർക്ക് ബൈബിള് മത്തായി സുവിശേഷം 3-ാം അധ്യായം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, യേശു സ്നാനമേറ്റ് കരയിൽ കയറിയ ഉടനെ സ്വർഗം തുറന്നു. പറ, സ്വർഗം തുറന്നു. സ്വർഗം നാശം കാണിച്ചു പറ, സ്വർഗം തുറന്നു. സ്വർഗം തുറന്നു. എന്നിട്ട് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്ന് യേശുവിന്റെ തോളിൽ വന്നിരുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ മേൽ വന്നിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിൽ ശബ്ദമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. 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 ഇന്ന് പകൽക്കാലം ഇത് ജീവിക്കുന്ന സുവിശേഷമാണ്. പറയാം, ജീവിക്കുന്ന സുവിശേഷമാണ്. മറ്റതൊരു കല്ലിന് മുമ്പ് വരുന്ന എത്ര തന്നെ മണിയടിച്ചാലും എത്ര തന്നെ കിളിക്കിയാലും ഒരു
ചലനമില്ല. ഹല്ലേലൂയ. പക്ഷേ യേശു ഈ സുവിശേഷത്തിൽ പറയുന്നു, യേശു സ്നാനമല്ലി എപ്പോ വെള്ളത്തിൽ നിന്ന് കരയെ കയറിയോ, പറ, എപ്പോ വെള്ളത്തിൽ നിന്ന് കരയെ കയറിയോ, എപ്പോ വെള്ളത്തിൽ കരയോ അപ്പോ സ്വർഗം തുറന്നു. എന്നിട്ട് പറയുകയാണ്, പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? യേശുവിന്റെ മേൽ ഇറങ്ങി വിളിച്ചു പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല കരങ്ങളെ അടിച്ച് ആ നല്ലവരെ ദൈവത്തെ ആരാധിക്കും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ അന്ന് യേശുവിന് വേണ്ടി സ്വർഗം തുറന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെടുകയാണ്. ഈ സെക്കൻഡിൽ സ്വർഗം തുറക്കുകയാണ്. യേശുവിന് യോർദാൻ നദിയുടെ മുകളിൽ സ്വർഗം തുറന്നു വന്നതുപോലെ ഇന്ന് പകൽക്കാല ആ സ്വർഗം നമുക്ക് തുറക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിക്കും. ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ പരിശുദ്ധാത്മാവ് ഇതിന്റെ മേൽ ഇറങ്ങുകയാണ്. ഈ ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവോട് ഇറങ്ങി വരികയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി. ഓ ജീസസ്. ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി സ്വർഗം തുറക്കുകയാണ്. അന്ന് യേശുവിന് തുറക്കപ്പെട്ട സ്വർഗം ഇന്ന് നമുക്ക് വേണ്ടി തുറക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറിയുടെ വെളിപ്പെടുന്നു. ഓ ജീസസ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നമുക്ക് വേണ്ടി സ്വർഗം തുറക്കുകയാണ്. നമുക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം സ്വർഗം തുറക്കുകയാണ്. നമുക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം സ്വർഗം തുറക്കുകയാണ്. പരിശുദ്ധാത്മ പ്രാവെന്ന പോലെ യേശുവിന് മേൽ ഇറങ്ങി വന്നതുപോലെ ഇന്ന് പകൽക്കാലം പ്രാവല്ല ഇവിടെ ഇറങ്ങി വന്നത്, എന്റെ യേശു തന്നോട് ഇറങ്ങി നിൽപ്പുണ്ട്. ഓ, യേശുവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഞാൻ പറയാം, ഒരു പിശാചിനെ തൊടാൻ പറ്റത്തില്ല. ഒരു പിശാച് തൊടാൻ പറ്റില്ല. യേശു എവിടെയൊക്കെ പോയോ അവിടെയെല്ലാം യേശു പോയത് തെളിയിക്കും. യേശു എവിടെ നിന്നാലും അവിടെ യേശു വന്നത് യേശു തെളിയിക്കും. അങ്ങനെ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഇവിടെ യേശു വന്ന് യേശു തെളിയിക്കും. ഒരു പിശാചിന് ഇരിക്കാൻ പറ്റത്തില്ല. സകല ദുരാത്മാക്കൾ അഴിയപ്പെടും. മാനസാന്തരം വെളിപ്പെടും. സ്നാനങ്ങൾ വെളിപ്പെടും. അഭിഷേകം വെളിപ്പെടും. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുക. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഞാൻ പറയുന്ന 5 പേർ സ്നാനപ്പെട്ടു. ഞാൻ പറയാം, നിങ്ങൾ സ്നാനപ്പെട്ടപ്പോ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. എന്നിട്ട് നിങ്ങളൊക്കെ വിളിച്ചു പറയുന്ന കാര്യം, നിങ്ങൾ എന്റെ പ്രിയപുത്രൻ. നിങ്ങളെ ഓരോരുത്തരെ നോക്കി കർത്താവ് വിളിച്ചു വരുന്ന കാര്യമാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവളെന്റെ പ്രിയപുത്രി, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നാട്ടുകാരും വീട്ടുകാര് നിന്നെ മാറ്റി നിർത്തിയാല്, ബന്ധുക്കളിനെ മാറ്റി നിർത്തിയാല്, ആരെങ്കിലും നിന്നെ മാറ്റി നിർത്തിയാല് നീ ഒരു നിന്നാ മാത്രമായിരിക്കാം. നീ ആർക്കും വേണ്ടാത്തവരായിരിക്കാം. പക്ഷേ ഇന്ന് പകൽക്കാല യേശു നിങ്ങളെ നെഞ്ചോട് ചേർത്ത് വിളിച്ച് പറയുകയാണ്, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നീ എന്റെ പ്രിയപ്പെട്ട പുത്രി, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് സ്വർഗം തുറക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളിൽ ഒറ്റയ്ക്കല്ല. നിങ്ങളിൽ ആരുമില്ലാത്തവളല്ല. നീ ആരുമില്ലാത്തവളല്ല. നീ ആരുമില്ലാത്തവനല്ല. നിനക്ക് വേണ്ടി സ്വർഗം തുറക്കപ്പെട്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കാണുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് സ്വർഗം, നിന്റെ കണ്ണുനീരിന് മറുപടിയുമായി ഇന്ന് പകൽക്കാലം സ്വർഗം തുറന്നിരിക്കുകയാണ്. നിന്റെ കണ്ണുനീരിന് മറുപടി തരാം. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാം. നിന്റെ ദീർഘനാളത്തിൽ ആഗ്രഹം സാധിപ്പിക്കാൻ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കുകയാണ്. നിന്റെ അവസ്ഥകൾ മാറ്റാൻ, നിന്റെ കണ്ണുനീരിന് മറുപടി തരാം. നീ കരയുന്നത് മതിയാക്കാൻ ഇന്ന് പകൽക്കാലം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി സ്വർഗ്ഗത്തോട് ഇറങ്ങി നിൽപ്പണ്ട. ആ എന്റെ സിസ്റ്ററിനോട് ഞാൻ പറയാം, ആ മഞ്ഞ ഷാളിട്ടുകൊണ്ടിരിക്കുന്ന ആ സിസ്റ്റർക്ക് പ്രവചിക്കുന്നു, നിന്റെ കണ്ണുനീരിന് മറുപടിയുമായി ഇന്ന് പകൽക്കാലം യേശു ഇറങ്ങി വന്നിട്ടുണ്ട്. നീ കരയുന്ന വിഷയത്തിന് മറുപടിയുമായി ഇന്ന് പകൽക്കാലം യേശുടെ ഇറങ്ങി നിൽപ്പണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി യേശു പകൽക്കാലം ഇറങ്ങി നിൽപ്പണ്ട.
ഓ ജീസസ്, നിങ്ങൾക്ക് സ്വർഗ്ഗം തുറന്നിരിക്കുകയാണ്, സ്വർഗ്ഗം തുറന്നിരിക്കുകയാണ്, സ്വർഗ്ഗം തുറന്നിരിക്കുകയാണ്. ഇത് പിടിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങൾ പ്രവചിക്കുന്നു, ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രവചിക്കുന്നു, നിങ്ങൾക്ക് സ്വർഗ്ഗം തുറന്നിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി കർത്താവ് ഇങ്ങനെ കാണിക്കുന്നു. ചിലർ പല വീടുകളിൽ പോയി മുട്ടി, പല വീടുകളുടെ ഡോറിൽ പോയി മുട്ടിയിട്ടും ഒരു വാതിൽ തുറന്നില്ല, ഒരു വാതിൽ തുറന്നില്ല. ചില ആൾക്കാരൊക്കെ പോയി നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞു, പക്ഷെ ഒരു ആളും നിങ്ങളെ സഹായിച്ചില്ല. പക്ഷെ അങ്ങനെ ഉള്ളവർക്ക് ദൈവം പറയാൻ പറയുന്നു, നീ ചില വാതിലുകളിൽ പോയി മുട്ടിയിട്ട് തുറന്നില്ല, പക്ഷെ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി സ്വർഗ്ഗം തുറക്കുന്നു. ഇത് പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം തുറക്കുകയാണ്, സ്വർഗ്ഗം തുറന്നതിനെ നോക്കുകയാണ്. സ്വർഗ്ഗത്തിന് പ്രാർത്ഥനയുടെ മറുപടി ഇപ്പോൾ ഇറങ്ങി വരികയാണ്. യേശു സ്നാനമേറ്റ് കയറിയ ഉടനെ സ്വർഗ്ഗം തുറന്നു. അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി പരിശുദ്ധാത്മ പ്രാപക പോലെ അവന്റെ മേൽ ഇറങ്ങി വന്ന് അവന്റെ മേൽ ഇരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം പറയാൻ പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി യേശുവിന്റെ മുമ്പിൽ പ്രാപ ഇറങ്ങി വന്നതുപോലെ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കണ്ണുനീരിന് മറുപടിയുമായി നിങ്ങൾ ചോദിക്കുന്ന വിജയങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മേൽ ഇറങ്ങി വരികയാണ്. ഓ ജീസസ്, ജീസസ്, ജീസസ്. കരങ്ങളടിക്കുന്ന ദൈവത്തെ തുറക്കാം, കരങ്ങളടിച്ച് ഇന്ന് പകൽക്കാലം ദൈവത്തിന് ഭയങ്കര ഗ്ലോറി നിങ്ങൾക്ക് സ്വർഗ്ഗം തുറക്കുകയാണ്, നിങ്ങൾക്ക് സ്വർഗ്ഗം തുറക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ദൈവത്തിന് ഭയങ്കര മകത്തോടെ വ്യാപരിക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇന്ന് പകൽ നിങ്ങൾക്ക് സ്വർഗ്ഗം തുറക്കുകയാണ്, നിങ്ങൾക്ക് സ്വർഗ്ഗം തുറക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം സ്വർഗ്ഗത്തിൽ തുറക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, യേശുവിന്റെ നാമത്തിൽ ആ പലരുടെ വാതിലുമായി മുട്ടിട്ടും പലരുടെ വിഷയങ്ങൾ പറഞ്ഞിട്ടും നിങ്ങൾ സഹായിക്കാതിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം യേശുവിന് പറയാൻ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വർഗ്ഗം തുറന്നിരിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ സ്വർഗ്ഗം തുറന്നിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇറങ്ങി വരികയാണ്. ഭയങ്കര ഗ്ലോറി, ഭയങ്കര മകത്ത് ഇപ്പാതന യേശുവിനെ ഇറങ്ങി നെഞ്ചുവേനൊക്കെ അഴിഞ്ഞു മാറുകയാണ്. നെഞ്ചുവേന ഭാരപ്പെടുന്ന കരയെത്തി പിടിച്ചോ, ഇപ്പോൾ തന്നെ നെഞ്ചുവേന സ്പിരിറ്റിൽ അഴിഞ്ഞു മാറുന്നു. ഇത് പകൽക്കാല ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിനകത്ത് വ്യാപരിക്കുകയാണ്. സകല നെഞ്ചുവേനയുടെ സ്പിരിറ്റുകൾ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുകയാണ്. ഇത് പകൽക്കാല ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇപ്പോൾ തന്നെ നെഞ്ചുകളൊക്കെ അഴിഞ്ഞു മാറുന്നു. യേശുവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നെഞ്ചിനെ വിട്ടുമാറാൻ കൽപ്പിക്കണം, ഫ്രീ ആവട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വേണ്ടി നെഞ്ചിനെല്ലാം വിട്ടുമാറാൻ കൽപ്പി. ഇപ്പോൾ തന്നെ അത് തൊട്ട് സൗഖ്യമാകുക യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഒറ്റയ്ക്കല്ല, യേശു കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി സ്വർഗ്ഗം തുറന്നു നിൽപ്പല്ല. യേശു സ്നാനമിട്ട് കയറിയ ഉടനെ സ്വർഗ്ഗം തുറന്നു. ഓ ജീസസ്, ഒന്ന് വാ തുറന്ന് പറ, സ്വർഗ്ഗം തുറന്നു. പറ, സ്വർഗ്ഗം ആശ കാണിച്ചു പറ, സ്വർഗ്ഗം തുറന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളൊക്കെ ഓരോരുത്തർ പറയാം, നിങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗം തുറന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗ്ഗം തുറന്നു നിൽക്കുന്ന ഞാൻ ആത്മാവിൽ കാണുന്നു. ഒന്ന് ആശ കാണിച്ച് പറ, നമ്മുടെ ദാസന്മാര് പറയുന്ന പോലെ ആശ കാണിച്ച് പറ, സ്വർഗ്ഗം തുറന്നു, സ്വർഗ്ഗം തുറന്നു, സ്വർഗ്ഗം തുറന്നു. ഇന്ന് പകൽക്കാലം യേശുവിന്റെ മേൽ പരിശുദ്ധാത്മ പ്രാപക പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നത് പോലെ നിങ്ങൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് മറുപടിയുമായി ഇന്ന് പകൽക്കാലം ഈ സെക്കൻഡിൽ സ്വർഗ്ഗം ഇറങ്ങി നിങ്ങളുടെ മേൽ വരികയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ വരികയാണ്, നിങ്ങളുടെ മേൽ വരികയാണ്, നിങ്ങളുടെ മേൽ വരികയാണ്, നിങ്ങളുടെ മേൽ വരികയാണ്. സ്വർഗ്ഗം ഇറങ്ങി നിങ്ങളുടെ മേൽ വരികയാണ്. എന്റെ യേശു ഇറങ്ങി നിങ്ങളുടെ മേൽ വരികയാണ്. നിങ്ങളുടെ കണ്ണുനീരവ തുടയ്ക്കുക. ഓ ജീസസ്, ജീസസ്, ജീസസ്. നിങ്ങളുടെ കണ്ണുനീരവ തുടയ്ക്കുന്നു. നീ കടമാർന്ന് മുങ്ങി താഴ്ന്ന് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, പക്ഷെ ഇന്ന് പകൽക്കാലം യേശു പറയുകയാണ്, സ്വർഗ്ഗം നിനക്ക് വേണ്ടി തുറക്കുന്നു. യേശു സ്വർഗ്ഗം നിനക്ക് വേണ്ടി തുറക്കുന്നു, സ്വർഗ്ഗം നിനക്ക് വേണ്ടി തുറക്കുന്നു. നാളെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന വ്യക്തിയെ, നാളെ എന്ത് ചെയ്യണമെന്ന് വിഷമിച്ചിരിക്കുന്ന വ്യക്തിയെ ഇന്ന് പകൽക്കാലം യേശുവിന് പറയാൻ പറയുന്നു,
നിനക്ക് വേണ്ടി ഇന്ന് തന്നെ സ്വർഗ്ഗം തുറക്കും. നീ നാളെ എന്താകുമെന്ന് ഭാരപ്പെടുകയാണ്, നാളെ എന്താകുമെന്ന് നീ ഭാരപ്പെടുകയാണ്. പക്ഷെ ദൈവം പറയുന്നു നാളെയല്ല, ഇന്ന് തന്നെ, ഇന്ന് തന്നെ, ഇന്ന് തന്നെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുകയാണ്. സ്വർഗ്ഗം നിനക്ക് വേണ്ടി ഇറങ്ങുകയാണ്, സ്വർഗ്ഗം നിനക്ക് വേണ്ടി ഇറങ്ങുകയാണ്, സ്വർഗ്ഗം നിനക്ക് വേണ്ടി ഇറങ്ങുകയാണ്. നിന്റെ അവസ്ഥകൾ മാറുന്നു, നിനക്ക് വേണ്ടി സ്വർഗ്ഗം ഇറങ്ങുന്നു. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാരോട് വ്യാപരിക്കുന്നു. കരങ്ങളെ അടിച്ച് ദൈവത്തെ തുതിക്ക്. മിണ്ടാതിരിക്കരുത്, മിണ്ടാതിരിക്കരുത്, മിണ്ടാതിരിക്കരുത്. അവിടെ ഇവിടെ നോക്കിയിരിക്കരുത്. ആത്മാവിൽ കണ്ണുകളെ അടച്ച് ദൈവത്തിന് ആരാധിക്കും. ഇന്ന് പകൽക്കാട് സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പണ്ട, സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പണ്ട, സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പണ്ട, സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പണ്ട, സ്വർഗ്ഗം ഇറങ്ങി നിൽപ്പണ്ട. ദൈവത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്, ദൈവത്തിന് ഭയങ്കര മഹത്വം വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ രമ ചക കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിക്കുക. ഇപ്പോൾ തന്നെ ദൈവത്തിന് ഭയങ്കര മഹത്വം ഇത് ചലിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ രമ ശകേ രകേ നദാ രമ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കരങ്ങളെ അടിച്ച് ദൈവത്തെ ആരാധിക്കുക. എനിക്കറിയത്തില്ല, ഇത് ഭയങ്കരമായ ദൈവ സാന്നിധ്യം, ഭയങ്കരമായ ദൈവ സാന്നിധ്യം, ഭയങ്കരമായ ദൈവ സാന്നിധ്യം. ശലോമോന്റെ ദേവന് വെളിപ്പെട്ട ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാലം ഇതിനകത്ത് വ്യാപരിക്കുന്നു. സ്വർഗ്ഗം തുറക്കുന്നു, സ്വർഗ്ഗം തുറക്കുകയാണ്. ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ ഇതിനകത്ത് വ്യാപരിക്കുന്നു. ഭയങ്കര മഹത്വം ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നു. സ്വർഗ്ഗം തുറക്കുന്നു. ഓ ജീസസ് 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 രമ ശകേ രകേ നദാ രമ. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി, നിന്റെ കണ്ണുനീരിന് മറുപടിയുമായി നീ ആഴ്ചകളായി കരയുന്നു, ആഴ്ചകളായി കരയുന്നു, മാസങ്ങളായി നീ കരയുന്നു. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം പറയുന്നു നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ഞാനിത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഓ ജീസസ് 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 ജീസസ്. കെട്ടെല്ലാം പൊട്ടുന്നു, കെട്ടെല്ലാം പൊട്ടുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ദൈവം ഇറങ്ങി നിൽപ്പുണ്ട. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ഭയങ്കര ഗ്ലോറി. നിന്റെ കണ്ണുനീരിന് മറുപടിയുമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി ദൈവം ഇവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഓ ജീസസ് ജീസസ് രമ ശകേ രകേ. ഓ കർത്താവ് പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ അവനെ പ്രസാദിച്ചിരിക്കുന്നു. ഓ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങൾ പ്രസാദിച്ചിരിക്കുകയാണ്. ഇത് സ്നാനമെടുത്താൽ, നേരത്തെ സ്നാനമെടുത്താൽ നിന്നോട് ഞാൻ പറയാം, കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ പ്രസാദിച്ചിരിക്കുകയാണ്, ഞാൻ നിന്നെ പ്രസാദിച്ചിരിക്കുകയാണ്. ആ ദൈവത്തിന്റെ പ്രസാദം നിന്റെ മേൽ വെളിപ്പെടുകയാണ്, നിന്റെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടുകയാണ്, നിന്റെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടുകയാണ്. ആ ദൈവത്തിന്റെ പ്രസാദം നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടുകയാണ്. കരങ്ങൾ അടിച്ച ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽക്കാലം ഭയങ്കരമായ ദൈവഭക്തത്തിൽ ചലിക്കുന്നു. നിന്റെ വീട്ടിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടുകയാണ്, നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടുകയാണ്. നീ കരഞ്ഞ് 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 കണ്ടുമാറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ദൈവം പറയുന്നു നിന്റെ വീട്ടിന്റെ അകത്ത് എന്റെ പ്രസാദം വെളിപ്പെടുകയാണ്, നിന്റെ മേൽ എന്റെ പ്രസാദം വെളിപ്പെടുകയാണ്. നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, നീ എന്റെ പ്രിയപുത്രൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിനകത്ത് വ്യാപരിക്കുന്നു. റമാന ശകേ രകേ നഗ റീഷ രാധ രമ ശക രമ ശകേ രേ ഷേ രാജ ശക. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി, ദൈവം ഭയങ്കര മകത്തിന് ചലിക്കുകയാണ്. ദൈവം പറഞ്ഞ് ഞാൻ നിന്നെ പ്രസാദിച്ചിരിക്കുന്നു, നീ എന്റെ പ്രിയപുത്രൻ. ഓ ജീസസ് 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 ജീസസ്. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി. ഓ നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, 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 നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ഓ കരങ്ങളടിച്ച ദൈവത്തെ ആരാധിക്കുക, കരങ്ങളടിച്ച് ആരാധിക്കുക, കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കുക, കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കുക. ഭയങ്കര മകത്ത് വിഭോധന വ്യാപരിക്കുന്നു. രമ ശകേ രകേ നദാ രമ ശകേ രകേ. ഇത് പകൽക്കാല ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി. രമ ശകേ രമ ശക രമ ശകേ. ഇത് പകൽക്കാല ദൈവത്തിന്റെ ഭയങ്കര മകത്വം, ദൈവത്തിന്റെ ഭയങ്കര മകത്വം വിഭോധന ചലിക്കുന്നു. സ്വർഗം നിങ്ങൾക്ക് തുറന്നിരിക്കുകയാണ്, സ്വർഗം നിങ്ങൾക്ക് തുറന്നിരിക്കുന്നു, സ്വർഗം നിങ്ങൾക്ക് തുറന്നിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ മുറ്റമടങ്ങാം, എല്ലാ നാമം പാടും. യേശു മാത്രം കർത്താവ്. ഇപ്പോൾ ദൈവത്തിന് ഭയങ്കര മഹത്വം. ഓ ജീസസ് 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 ജീസസ്. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ. ഓ ജീസസ് 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 ജീസസ്.
ഇഫോദന നിന്റെ ഭയങ്കര മതത്ത് ഇഫോദന നിന്റെ ഭയങ്കര മതത്ത് റമാ ഷഗേ രഗേ നദാ റമാ. ഓ ഭയങ്കരമായ ദൈവശക്തി ഇഫോദന. ഓ റമാ ഷഗേ രഗേ റമാ ഷഗേ റമാ. ഓ ജീസസ്. ഓ റമാന ഷഗേ രഗേ. ഒരു വചനം വായിക്കും. എസ്തേറിന്റെ പുസ്തകം എടുക്കുക. എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനം. എസ്തേറിന്റെ പുസ്തകം അതിൻ്റെ എസ്തേറിന്റെ 5-ന്റെ 2 മുതൽ വായിക്കാമോ? എസ്തേർ 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വായിക്കാം. 1 മുതൽ എസ്തേർ 5-ന്റെ 1 മുതലൂടെ വായിക്കാം. എസ്തേർ 5-ന്റെ 1 മുതലൂടെ. രാജാവ് കണ്ടപ്പോൾ അവൻ അവളോട് കൃപ തോന്നി. എസ്തർ നീട്ടി മതി. ഹല്ലേലൂയ. ഈ സംഭവം നിങ്ങൾക്കറിയാം. ഹാമാൻ ഈ എസ്തേറിന്റെ കുലമായ ഇസ്രായേൽ മക്കളെ കൊന്നു മുടിക്കാൻ വേണ്ടി രാജാവിന് കൽപ്പന ഒപ്പിട്ട് വാങ്ങി. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? ഇസ്രായേൽ മക്കളെ മുഴുവനും കൊല്ലണം. അങ്ങനെ മരണഭയത്തിലായി എസ്തേറിന്റെ ആൾക്കാരാണ് ഈ ഇസ്രായേൽ മക്കൾ. ഹല്ലേലൂയ. അപ്പോൾ ഇവരെ ബാബിലോണിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് ഇവരെ അടിമയായി ബാബിലോട്ട് പിടിച്ചുകൊണ്ട് വന്ന കൂട്ടത്തിലാണ് ഈ എസ്തേർ ഉള്ളത്. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ഹാമാൻ എന്ത് ചെയ്യുന്നു? രാജാവിനെ വശീകരിച്ച് ഈ ഇസ്രായേൽ മക്കളെ എല്ലാം കൊന്നെടുക്കാനുള്ള പ്ലാൻ ഒരുക്കി. ഹല്ലേലൂയ. അപ്പോൾ മൊർദെഖായി, എസ്തേറിന്റെ കൊച്ചപ്പനായ മൊർദെഖായി പറയുകയാണ്, നീ ഇത് അറിഞ്ഞില്ലേ? ഇങ്ങനെയാണ് ഹാമാൻ നമ്മളെ ഈ കുലമായി നമ്മളെ എല്ലാ കുടുംബമായി നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി രാജാവിന്റെ കയ്യിൽ നിന്ന് കൽപ്പന ഒപ്പിട്ട് വാങ്ങിയിരിക്കുകയാണ്. അതിന് തീരുമാനമെല്ലാമായി. ഇനി ചില ദിവസം കഴിയുമ്പോൾ നമ്മളെല്ലാവരും കൊല്ലപ്പെടും. ഇപ്പോൾ തന്നെ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും ലെറ്റർ പോയിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മളെ എല്ലാവരും എന്ത് ചെയ്യും? കൊല്ലും. അതുകൊണ്ട് ഈ സമയം നീ മിണ്ടാതിരുന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഹല്ലേലൂയ. നീ ഇപ്പോ വലിയ രാജ്ഞിയായി ഇരിക്കുന്നതൊക്കെ ശരി തന്നെ. പക്ഷെ നിന്നെ ദൈവം ഒന്നുമില്ലായ്മ കിടന്ന് അടിമ പെൺകൊച്ചായിരുന്ന നിന്നെയാണ് പൊക്കിയെടുത്ത് രാജസിംഹാസനത്തെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. രാജസിംഹാസനത്തെ കൊണ്ട് ഇരുത്തിയത്, രാജ്ഞിയായിട്ട് നിന്നെ കൊണ്ട് ഇരുത്തിയത് ഈ സമയത്ത് ഈ വാ തുറക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പോൾ എസ്തേർ രാജ്ഞി പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്കിപ്പോൾ രാജാവ് വിളിക്കാതെ രാജാവിന്റെ അടുക്കൽ പോകാൻ പറ്റത്തില്ല. രാജാവ് വിളിക്കാതെ ഒരാൾ പോയാൽ അവരെ രാജാവ് എന്ത് കൊല്ലും. അതാണ് രാജാവിന്റെ സ്വഭാവം. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്താം. ഹല്ലേലൂയ. എസ്തേർ രാജ്ഞി പറയുകയാണ്, ഞാനും എന്റെ തോഴിമാരും കൊട്ടാരത്തിൽ ഇരുന്ന് എന്ത് ചെയ്യാം? ഉപവസിച്ച് പ്രാർത്ഥിക്കാം. അതിന്റെ കൊച്ചപ്പനെ മൊർദെഖായിയോട് പറയാണ്, നീയും ഞങ്ങളുടെ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും നിങ്ങളുടെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കും. വെള്ളവും പോലും കുടിക്കാതെ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എസ്തേർ എടുത്തോ. ഹല്ലേലൂയ.
ഞാൻ പറയാം എസ്തർ 5-ാം അധ്യായമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയാം, എന്നിട്ട് ഈ എസ്തർ രാജി പറയുകയാണ്, ഈ 3 ദിവസം ഉപവാസം പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ രാജാവിന്റെ അടുക്കലേക്ക് പോകും. രാജാവിനെ വിളിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പോകും. രാജാവിനെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് പറയും. പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇവർ ഉപവസിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒരു തുള്ളി പച്ചവെള്ളം പോലും പിടിക്കാതെ ഇസ്രായേൽ മക്കൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കാരണം എന്താണ്? ഈ ഇസ്രായേൽ ജനത്തെ മുഴുവനും കൊന്നൊടുക്കാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. ഹല്ലേലൂയ. വരുന്ന നാളുകളിൽ ഉടനെ തന്നെ ഇസ്രായേൽ മക്കളെ ഒരാൾ പോലും ശേഷിക്കാതെ വണ്ണം എല്ലാവരെയും കൊന്നുപിടിക്കും. ഹല്ലേലൂയ. ഇവർ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ദിവസം ഉപവസിച്ചതിന് ശേഷം എസ്തേർ രാജി രാജാവിനെ കാണാൻ പോകുന്ന രംഗമാണ് ഹല്ലേലൂയ നമ്മൾ വായിച്ചിരിക്കേണ്ടത്. ഹല്ലേലൂയ. രാജാവ് ടെൻഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. രാജാവിന്റെ കൊട്ടാരത്തിൽ ആ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഈ സമയത്ത് ആർക്കും പോവാൻ പാടില്ല. പോയ രാജാവ് ദേശത്ത് നിൽക്കുകയാണ്. രാജാവ് പറയാതെ കയറിപ്പോയാൽ തലയെ വെട്ടും. ഹല്ലേലൂയ. പക്ഷെ രണ്ടും കൽപ്പിച്ച് ഈ എസ്തേർ രാജി എന്ത് ചെയ്തു? രാജാവിന്റെ അടുക്കിലേക്ക് പോയി. രാജാവ് ടെൻഷനായി അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേ ഈ രാജ്യം എന്ത് ചെയ്തു? കയറിയപ്പോ തന്നെ രാജാവിന്റെ ചെങ്കോൽ അവൾക്ക് നേരെ നീട്ടി. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ ചെങ്കോൽ കൊണ്ട് ആൾക്കാർ കൊല്ലുന്നതാണ് രാജാവിന്റെ പതിവ്. പക്ഷേ എസ്തേർ രാജി പോയപ്പോൾ അവർക്ക് നേരെ ചെങ്കോൽ നീട്ടി. രാജാവിന്റെ ആ ചെങ്കോലിന്റെ അറ്റത്ത് എസ്തേർ രാജി തൊട്ടു. ഹല്ലേലൂയ. അവളെ എന്ത് ചെയ്തില്ല? അവർ കൊന്നില്ല. ഹല്ലേലൂയ. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, എസ്തേർ രാജിയെ, നിനക്ക് എന്താണ് ആവശ്യം? എന്നോട് ചോദിച്ചെടുക്ക. രാജ്യത്തിന്റെ പകുതിയായാലും ഞാൻ നിനക്ക് തരാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിന്റെ പ്രാർത്ഥനയ്ക്ക് അത്രയ്ക്ക് ശക്തിയുണ്ട്, നിന്റെ കണ്ണുനീരിന് അത്രയ്ക്ക് ശക്തിയുണ്ട്, നിന്റെ ഉപവാസത്തിന് അത്രയ്ക്ക് ശക്തിയുണ്ട്. നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നീ ഉപവസിക്കാൻ തയ്യാറായാൽ, നീ ദൈവത്തോട് നിലവിളിക്കാൻ തയ്യാറായാൽ, നിനക്ക് വേണ്ടി ചോദിക്കാൻ തുറന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്നത് ഉപവസിക്കുന്നത് വെറുതെ അല്ല. നീ പ്രാർത്ഥിക്കുന്നത് ഉപവസിക്കുന്നത് വെറുതെ അല്ല. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇന്ന് പകൽക്കാലം ഇറങ്ങലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ രാജാവ് രാജ്ഞിയോട് ചോദിക്കുകയാണ്, അല്ലയോ രാജ്ഞിയെ, കേറി വരിക. നിനക്ക് എന്താണ് ആവശ്യം? നിനക്ക് എന്താണ് ആവശ്യം? രാജ്യത്തിന്റെ പകുതി ആയാൽ എന്ത് ചെയ്യും? ഞാൻ തരാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, സാധാരണ രാജാവ് വിളിക്കാതെ ആ കൊട്ടാരത്തിൽ രാജധാനിയിൽ കയറി പോകാൻ പാടില്ല. രാജാവിന്റെ മുറിയുടെ അടുക്കൽ ആർക്കും പോകാൻ പാടില്ല. പോയാൽ തലയെ വെട്ടിയെടുക്കും. അതാണ് രാജാവിന്റെ സ്വഭാവം. പക്ഷേ എസ്തേർ രാജിക്ക് നേരെ അവൻ വാള് നീട്ടിയത് അവളെ കൊല്ലാനല്ല, അവളോട് സ്നേഹം തോന്നി. ഹല്ലേലൂയ. അവിടെ എഴുതി വച്ചിരിക്കുന്നു, എസ്തേർ രാജിയോട് രാജാവിന് കൃപ തോന്നി. അന്ന് രാജാവിന് ആ രാജ്ഞിയോട് കൃപ തോന്നിയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്റെ ദൈവത്തിന് നിങ്ങൾ കൃപ തോന്നുകയാണ്. എന്റെ ദൈവത്തിന് നിങ്ങൾ കൃപ തോന്നുകയാണ്. ആ ദൈവത്തിന് ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നു. എന്നിട്ട് രാജാവ് ചോദിക്കുന്നത്, രാജ്ഞിയെ, നിനക്ക് എന്താണ് ആവശ്യം? രാജ്യത്തിന്റെ പകുതിയായാലും ഞാൻ നിനക്ക് തരാൻ തയ്യാറാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് നിങ്ങളുടെ പ്രസാദം തോന്നിയിരിക്കുകയാണ്. ദൈവത്തിന് നിങ്ങളുടെ പ്രസാദം തോന്നിയിരിക്കുകയാണ്. ദൈവത്തിന് നിങ്ങളുടെ പ്രസാദം തോന്നിയിരിക്കുകയാണ്. അപ്പോൾ ആ എസ്തേർ രാജി പറയുന്ന കാര്യം, അല്ലയോ രാജാവ്, എനിക്ക് അതൊന്നും വേണ്ട. ഞാനൊരു അത്താഴം, ഒരു വിരുന്നൊരുക്കാൻ പോകുകയാണ്. നീയും ഹാമാനും എന്റെ വിരുന്നിന് വരണം. ഹല്ലേലൂയ. എനിക്ക് ഇത്രേ ആവശ്യമുള്ളൂ. എന്റെ വീട്ടിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു വിരുന്ന് ഒരുക്കുകയാണ്. നീ വന്ന് എന്റെ വിരുന്ന് കഴിക്കണം. ഹല്ലേലൂയ. അവളുടെ ആഗ്രഹം രാജാവിന് ഇഷ്ടപ്പെട്ടു. രാജാവ് എന്ത് ചെയ്തു? അവളെ വീട്ടിലേക്ക് പോയി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗ ദൂത് പറയുകയാണ്, ദൈവം നിങ്ങളോട് കൃപ തോന്നി, നിങ്ങൾ പ്രസാദിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിന്റെ വീട്ടിലേക്ക് ദൈവം വരികയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവം വരികയാണ്. രാജാവിന് രാജ്ഞിയുടെ കൃപ തോന്നി അവളെ വീട്ടിലോട്ട് വിരുന്നിന് പോയതുപോലെ ഇന്ന് പകൽക്കാലം എന്റെ ദൈവത്തിന് നിങ്ങളുടെ കൃപ തോന്നി, നിങ്ങളുടെ പ്രസാദം തോന്നി, നിങ്ങളുടെ വീട്ടിലേക്ക് അവൻ വരികയാണ്. നിങ്ങളെ അനുഗ്രഹിപ്പാൻ, നിങ്ങളുടെ കണ്ണുനീരിനെ തുടയ്ക്കാൻ, നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തരാം, നിങ്ങളുടെ നിലവിളിക്ക് മറുപടി തരാം. ഇന്ന് പകൽക്കാലം യേശു നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്.
ജീസസ്. ഇന്ന് പകൽക്കാലത്ത് ആരോടൊക്കെ ദൈവത്തിന്റെ ദൂതാണ് ഞാനിത് പ്രസംഗിക്കുന്ന വിചാരിച്ചത് ഇതല്ല. ഞാൻ വേറെ വേദഭാഗമാണ് പ്രസംഗിക്കണമെന്ന് വിചാരിച്ചത്. പക്ഷെ ഇവിടെ കയറി വന്നപ്പോൾ ദൈവം പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങൾ പറയുന്നത്. ഇത് പറയുന്നത് പ്രവചിക്കുകയാണ്. നിങ്ങളൊക്കെ പ്രവചിക്കുന്നു, നിങ്ങളൊക്കെ പ്രവചിച്ച് പറയുന്നു. നിങ്ങൾക്ക് സ്വർഗ്ഗം തുറന്നിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ കൃപ തോന്നിയിരിക്കുന്നു. നിങ്ങളുടെ ദൈവത്തിന് പ്രസാദം തോന്നിയിരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് വൻകാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ദൈവം വചനം വിളിച്ച് പറയാമോ? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം തലയ്ക്ക് ചോര. എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം എനിക്ക് തരും. എന്റെ താല്പര്യമൊക്കെയും നിവർത്തിച്ചു തരും. ഹല്ലേലൂയ. എല്ലാവരും തലയിൽ കഴിച്ചു പറ, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇന്ന് വൻകാര്യങ്ങൾ ചെയ്ത് പറ. എന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം എനിക്ക് തരും. എന്റെ താല്പര്യമൊക്കെയും നിവർത്തി തരും. സങ്കീർത്തനം 20:12 ദൈവം പറയും, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് തരും. നിന്റെ താല്പര്യമൊക്കെയും നിവർത്തി തരും. ആ വചനത്തിന്റെ ശക്തി ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുക. ഇപ്പൊ തന്നെ കർത്താവ് ഭാരപ്പെടണ്ട. വീട് വാങ്ങുള്ള പൈസ എല്ലാം തരും. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം വഴികളെ തുറക്കുകയാണ്. ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട. കൊടുത്ത പൈസ നഷ്ടാവുമെന്ന് ഭാരപ്പെടണ്ട. നിങ്ങൾ ആ വസ്തുവും വീടും വാങ്ങിയിരിക്കുക. ദൈവം നിങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഇന്ന് പകൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് തരും. നിന്റെ താല്പര്യമൊക്കെ നിവർത്തി തരും. അതാണ് ദൈവത്തിന്റെ വചനം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിനകത്ത് വ്യാപരിക്കുന്നു. ഓ ജീസസ് 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 ജീസസ്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ആവശ്യം എന്തെല്ലാവരും കണ്ണടച്ചോ. കണ്ണടച്ച് തലയിൽ കഴിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറ. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഇപ്പൊ എന്താണ് ആവശ്യം? അത് ദൈവത്തോട് പറ. ദൈവത്തോട് നിങ്ങളുടെ തലയിൽ കൈവച്ച് പറ, ദൈവമേ അങ്ങയുടെ വചനം ഇതാണ്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് തരുമെന്നാണ്. നിന്റെ താല്പര്യമൊക്കെ നിവർത്തിച്ച് തരുമെന്നാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്റെ ഹൃദയത്തിൽ ആഗ്രഹത്തെ ദൈവമേ നീ സാധിപ്പിക്കണമേ. എന്റെ കണ്ണുനീരിന് നീ മറുപടി തരണമേ. എന്റെ നിലവിളിക്ക് നീ മറുപടി തരണമേ. എനിക്ക് വേണ്ടി വഴി തുറക്കണമേ. ഓ നിലവിളിക്ക് കർത്താവേ. എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ. നിലവിളിക്ക് യേശുവേ. ആ ദാവീദിന് വേണ്ടി ദൈവം ഇറങ്ങിയെങ്കിലും എസ്തേറിന് വേണ്ടി ദൈവം ഇറങ്ങിയെങ്കിലും ആ രണ്ട് കുരുടന്മാർ വഴിയിൽ നിലവിളിച്ച് യേശുവേ. ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോ ദൈവം ഇറങ്ങി വന്നതുപോലെ മുമ്പിലോട്ട് പോയ യേശു തിരിഞ്ഞു നടന്നിട്ട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? അവര് പറഞ്ഞു, അപ്പാ ഞങ്ങൾക്ക് കാഴ്ച വേണം. കാഴ്ച കിട്ടണം. കാഴ്ച കിട്ടണം. യേശുവിടെ കണ്ണിനെ തുറന്നു കൊടുത്തതുപോലെ ഇന്ന് പകൽക്കാലം നിങ്ങൾ നിലവിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി സ്വർഗ്ഗയുടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. കുരുടന്മാർ നിലവിളിച്ചു, യേശുവേ ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ. ഓ മറ്റുള്ളവർ മിണ്ടാതിരിടാ. എന്തിനാണ് നിലവിളി? നീ വെറും പിച്ചക്കാരനല്ലേടാ. നീ വെറും കുരുടനല്ലേടാ. മിണ്ടാതിരിടാ പിച്ചക്കാരാ എന്ന് പറഞ്ഞ അവരെ കളിയാക്കി മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ടാ. മിണ്ടാതിരിക്കാൻ അവർക്ക് മനസ്സിലായിരുന്നു. കാരണം പോകുന്നവന്റെ വില അവർക്കറിയാം. പോകുന്നവൻ രാജാവ്, കർത്താവ്. ഞങ്ങളുടെ കണ്ണിനെ തുറക്കാൻ ആ പോകുന്ന യേശുവിനെ കൊണ്ട് അറിയാൻ പറ്റുമെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവർ നിലവിളിക്കാൻ തുടങ്ങി. അത് യേശുവിന്റെ നിലവിളിക്ക് യേശുവിന് മുമ്പിലോട്ട് പോയെങ്കിലും ഈ ഇവിടെ നിലവിളിക്ക് യേശു തിരിച്ചു നടന്നു. ഇന്ന് പകൽ നീ നിലവിളിക്കാൻ തയ്യാറായ യേശു നിന്റെ അടുക്കൽ ഇറങ്ങി വരും. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം തുറന്നിട്ടുണ്ട്. നിനക്കേണ്ടി സ്വർഗ്ഗം തുറന്നിട്ടുണ്ട്. നിന്റെ അടുക്കൽ യേശു ഇറങ്ങി വരികയാണ്. നിന്റെ വീട്ടിന്റെ അകത്ത് യേശു ഇറങ്ങി വരികയാണ്. ഓ ജീസസ് 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 ജീസസ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര മഹത്വത്തിൽ അത് ചലിക്കുകയാണ്. യേശുവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. എസ്തേർ രാജ്ഞിയുടെ വീട്ടിലേക്ക് രാജാവ് പോയി വിരുന്നിന് പോയി. ഹല്ലേലൂയ. വിരുന്നെല്ലാം കഴിച്ചിട്ട് രാജാവ് ചോദിക്കുകയാണ്, രാജ്ഞിയെ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? രാജ്ഞി പറഞ്ഞു, അല്ല രാജാവേ, വീണ്ടും ഞാൻ ഒരു വിരുന്നോടെ വയ്ക്കാം. നീ അപ്പോഴും വന്ന് വിരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. അന്ന് ഞാൻ കാര്യം പറയാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിൽ വിരുന്നൊരുക്കി രാജാവിനെ വിളിപ്പിച്ചു. ഹല്ലേലൂയ. രാജാവ് ഹാമാനും കൂടെ വന്നു. ഹല്ലേലൂയ. എന്നിട്ട് വിരുന്ന് കഴിച്ചു.
വിരുന്ന് കഴിച്ചിട്ട് രാജാവ് വീണ്ടും ചോദിക്കുകയാണ്, അല്ലയോ രാജ്ഞി, എന്താണ് കാര്യം പറയാൻ പറഞ്ഞു. അപ്പോഴും ഈ എസ്തേർ പറഞ്ഞു, ഇല്ല രാജാവേ, ഒരിക്കൽ കൂടെ എൻ്റെ വീട്ടിൽ വിരുന്ന് കഴിക്കാൻ വരണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് വിരുന്നിന് വിളിച്ചു. രാജാവ് വന്നു, വളരെ സന്തോഷത്തോടെ വിരുന്ന് കഴിച്ചു. വിരുന്ന് കഴിച്ചിട്ട് രാജാവ് ചോദിച്ചു, എന്താണ് നിന്റെ പ്രശ്നം, നീ പറ, ഇതുവരെ നിന്റെ പ്രശ്നമൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പ്രശ്നങ്ങൾ ദൈവത്തോട് പറ, ദൈവം മറുപടി തരും. കൂട്ടുകാരോട് പറഞ്ഞ കളിയാക്കും, മറ്റുള്ള വീടുകളിൽ പോയി വാതിൽ തട്ടിയാൽ അവർ തുറക്കത്തില്ല. നീ മുട്ടുമേ നിലവിളി, മറ്റുള്ളവർ ചോദിച്ചാൽ അവർ തരത്തില്ല. ആരെയും നിന്നെ സഹായിക്കാൻ ആരെ കൊണ്ട് പറ്റത്തില്ല. ആരും നിന്നെ സഹായിക്കാതിരിക്കുമ്പോഴും നിന്നെ സഹായിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മനുഷ്യർ നിന്നെ സഹായിക്കത്തില്ല, എല്ലാവരും നിന്നെ കൈവിടും, എല്ലാവരും നിന്നെ ഉപേക്ഷിക്കും. നീ പോയി വാതിൽ മുട്ടിയാൽ അവർ തുറക്കത്തില്ല. അവർ നിന്നെ മാറ്റി നിർത്തിയാലും മാറ്റി നിർത്താത്തൊരു യേശു ഇന്ന് പകൽക്കാലം ഇറങ്ങി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. രാജ ചോദിക്കണം, രാജ്ഞി നീ പറ എന്താണ് ആവശ്യം. അവൾ പറഞ്ഞു, രാജാവേ, ഇതാണ് എൻ്റെ പ്രശ്നം. എന്നെ നീ അടിമയോട് പിടിച്ചോണെന്ന് അറിയാമല്ലോ. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ അപ്പനും അമ്മയും എല്ലാവരെയും ഇതാ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതാരാണ് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ ഹാമാനാണ് രാജാവിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് എന്നെല്ലാ കാര്യങ്ങൾ പറഞ്ഞു. ഹല്ലേലൂയ. ഉടനെ തന്നെ തൻ്റെ കൂട്ടുകാരനായ ഹാമാനാണ് ഇതൊന്നും ചെയ്തെന്ന് അറിഞ്ഞപ്പോൾ രാജാവിന് ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു, അവൻ്റെ രാജവസ്ത്രത്തെ വലിച്ചു കീറി. ഹല്ലേലൂയ. ഉടനെ തന്നെ വാളെടുത്തു. ഹല്ലേലൂയ. അവനെ വെട്ടാൻ. ഹല്ലേലൂയ. എസ്തർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. ഹല്ലേലൂയ. അവസാനം എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. ഈ എസ്തേറിൻ്റെയും കുടുംബത്തെ, ഇസ്രായേൽ മക്കളെ കൊല്ലാൻ വേണ്ടി ഹാമാൻ രാജാവിനെ കൊണ്ട് ഒപ്പുവെച്ച ആ പത്രത്തെ, ആ രേഖയെ രാജാവ് വലിച്ചു കീറിക്കളഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് അടുത്തൊരു കൽപ്പന പുറപ്പെടുവിച്ചു, ഈ ഹാമാനെ തൂക്കിക്കൊല്ലാൻ. ഹല്ലേലൂയ. അവസാനം ചുരുക്കി പറയാം, തന്റെ കൊച്ചപ്പനായ മൊർദെഖായിയെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ഹാമാൻ വീട്ടിൽ ഒരുക്കി വെച്ച കഴുകുമരത്തിൽ ഈ ഹാമാനെ തന്നെ തൂക്കിക്കൊണ്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ വിളിച്ചു പറയാം, ഹാമാന്റെ പദ്ധതി ഈ മൊർദെഖായിയെയും എസ്തേറിനെയും കൊല്ലണം. അതായിരുന്നു ഈ ഹാമാന്റെ പദ്ധതി. പക്ഷെ ദൈവത്തിന്റെ പദ്ധതി വേറെയായിരുന്നു. ഹാമാൻ വീട്ടിൽ കഴുകുമരം വരെ ഒരുക്കി. എന്തിനു വേണ്ടി? ഈ മൊർദെഖായിയെയും എസ്തേറിനെയും അവരെ സകല കുടുംബത്തോടെ തൂക്കിക്കൊല്ലാം. അവസാനം എന്ത് സംഭവിച്ചു? ഹാമാൻ തന്റെ വീട്ടിൽ മൊർദെഖായിക്ക് ഒരുക്കി വെച്ച കഴുകുമരത്തിൽ ഹാമാനെ, അവന്റെ ഭാര്യയെ, അവന്റെ മക്കളെ, കുടുംബത്തോടെ രാജാവ് തൂക്കിക്കൊണ്ടു. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് പ്രവചിക്കുന്നു, നിനക്കെതിരെ ആരൊക്കെ കഴുകുമരം ഒരുക്കിയാലോ, ആരൊക്കെ നിന്നെ നശിപ്പിക്കാൻ നോക്കിയാലോ, നിന്റെ രോഗത്തിൽ പോയി തൊടാൻ ആരെക്കൊണ്ട് പറ്റത്തില്ല. നീ നിന്റെ തലമുറകൾ നശിച്ചു പോകത്തില്ല, നീ നിന്റെ മക്കൾ നശിച്ചു പോകത്തില്ല, നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. കാരണം നിനക്ക് വേണ്ടി സ്വർഗ്ഗം തുറന്നു നിൽപ്പട്ടെ. ഓ, ഇന്ന് പകൽക്കാർ ഭയങ്കര മകത്വം, ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാൻ പോവുകയാണ്. നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. നിന്റെ വീട് ഇന്ന് പകൽക്കാർ കണ്ണുനീരിന്റെ വീടായിരിക്കാം. നിന്റെ വീട് നിലവിളിയുടെ വീടായിരിക്കാം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിന്റെ രട്ടഴിച്ച നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കാൻ പോവുകയാണ്. നിന്റെ രട്ടിനെ അഴിച്ച് നിന്റെ വിലാപത്തെ ഞാൻ നൃത്തമാക്കി പോകാൻ പോകുന്നു. ഹല്ലേലൂയ. നിന്റെ വീട്ടിന്റെ അകത്ത് ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ ഘോഷ വെളിപ്പെടാൻ പോകുന്നു. എന്റെ കൈ നിനക്ക് വേണ്ടി വീര്യ പ്രവർത്തിക്കും. ഓ, ജീസസ്. ഇന്ന് പകൽക്കാലം ദൈവം പറയാൻ പറയുന്നു, നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് കണ്ണുനീർ ഇറങ്ങി മാറുന്നു, നിലവിളി ഇറങ്ങുന്നു, എല്ലാ ദാരിദ്ര്യങ്ങളും മാറുന്നു, എല്ലാ കഷ്ടപ്പാട് ഇറങ്ങി പോകുന്നു, എല്ലാ പ്രശ്നങ്ങളും നിങ്ങളെ വിട്ട് മാറാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വിലാപം മാറി നൃത്തം വെളിപ്പെടാൻ പോവുകയാണ്. ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം നീതിമാന്റെ വീട്ടിന്റെ അകത്ത് ഉണ്ട്. എന്നോട് പറഞ്ഞ് വീര്യ പ്രവർത്തിക്കും. ഓ, ഇന്ന് പകൽ വിലാപങ്ങളെ നൃത്തമാക്കി മാറ്റുന്നവൻ,
വിലാപങ്ങളെ നൃത്തമാക്കി മാറ്റുന്നവൻ, കണ്ണുനീരിനെ ആനന്ദമാക്കി മാറ്റുന്ന കർത്താവ്, കണ്ണുനീരിനെ ആനന്ദമാക്കി മാറ്റുന്നവൻ, കണ്ണുനീരിനെ ആനന്ദമാക്കി മാറ്റുന്നവൻ, കണ്ണുനീരിനെ ആനന്ദമാക്കി മാറ്റുന്നവൻ, കണ്ണുനീരിനെ ആനന്ദമാക്കി മാറ്റുന്നവൻ, കണ്ണുനീരിനെ ആനന്ദമാക്കി മാറ്റുന്നവൻ. ഇത് മകൾക്കാരുടെ ഇറങ്ങിലിപ്പാട്ട്. Oh, Jesus, 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 Rama, Shage, Rage, Nada, Rama, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇതിനകത്ത് വെളിപ്പെടുന്നു. നിന്റെ വീട്ടിന്റെ അകത്തുനിന്ന് കണ്ണുനീർ ഇറങ്ങുന്നു. ദൈവം പറയാൻ പറഞ്ഞു, ഹാമാന്റെ മേൽ സംഭവിച്ചത് നിന്നെ കൊല്ലാൻ പ്ലാനിട്ടവന്റെ വീട്ടിന്റെ അകത്തിന് മരണം നടക്കും. നിന്നെ നശിപ്പിക്കാൻ പ്ലാനിട്ടവന്റെ വീട്ടിന്റെ അകത്ത് തന്നെ അത് സംഭവിക്കും. നിന്നെ തകർക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടവന്റെ വീട്ടിൽ തന്നെ സംഭവിക്കും. നിന്റെ വീട്ടിൽ നടക്കുന്ന കർത്താവിന്റെ ദൂത് വിളിച്ചു പറയുന്നു. ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം നിങ്ങളെ പറയാൻ പറയുന്നു, മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ വീട്ടിൽ കഴുക് മര ഒരുക്കി വെച്ച് അവനെ തൂക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടു. പക്ഷേ അവന്റെ വീട്ടിൽ അവൻ ഒരുക്കിയ കഴുക് മരത്തിന്റെ അവന്റെ ഭാര്യ മക്കളെ തൂക്കിക്കൊന്നത് പോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുന്നു. ഇപ്പോൾ എല്ലാം തിരിച്ചടിക്കുക. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇത് പകൽ വീട്ടിലേക്ക് വ്യാപരിക്കുന്നു. ഭയങ്കര മകന്റെ വിഭാഗത്തിൽ വ്യാപരിക്കുന്നു. കർത്താവിന്റെ ഭയങ്കര കരം ഇത് പകൽക്കാലിൽ നിന്ന് വ്യാപരിക്കുന്നു. സകല ദുർഭൂതങ്ങൾ അഴിയുന്നു. ഇത് പകൽക്കാല സകല മരണപ്പിശാചി ഇറങ്ങിപ്പോകുകയാണ്. മരണത്തിന്റെ സ്പിരിറ്റുകളെ ഇറങ്ങിപ്പോകുന്നു. മരണത്തിന്റെ സ്പിരിറ്റുകളെ അഴിയുന്നു. ആത്മഹത്യ സ്പിരിറ്റുകൾ അഴിയുന്നു. നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ദേശങ്ങളിൽ നിന്ന് ആത്മഹത്യയുടെ സ്പിരിറ്റുകൾ അഴിഞ്ഞു മാറുകയാണ്. ആത്മഹത്യ സ്പിരിറ്റുകൾ അഴിഞ്ഞു മാറുന്നു. ആത്മഹത്യയുടെ സ്പിരിറ്റുകൾ ഈ ദേശത്ത് നിന്ന് മാറിപ്പോകുകയാണ്. പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദേശത്തിന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദേശത്തിൽ നിന്ന് ആത്മഹത്യയുടെ സ്പിരിറ്റുകൾ ഇപ്പോൾ പൊട്ടി മാറുന്നു. ഓ ഈശാനാഥ രമ രഗേ 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 നദ രമ രഗ രഗ രഗ. ഇപ്പോൾ അതിന്റെ കരങ്ങൾ അടിച്ചത് പ്രാർത്ഥിക്കുക. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ഇപ്പോൾ അതിന്റെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇത് പകൽക്കാലം വ്യാപരിക്കുന്നു. രമ ശഗേ രഗേ നദ രമ ശഗേ രഗേ. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി, ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. കർത്താവ് പറഞ്ഞു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ കെട്ടെല്ലാം പൊട്ടുന്നു. സകല ദുരാത്മാക്കൾ അഴിയുന്നു. സകല ദുർഭൂതങ്ങൾ അഴിയുന്നു. കെട്ടെല്ലാം പൊട്ടുന്നു. ഒരു പിശാചിനെ തൊടാൻ പറ്റത്തില്ല. സകല ദുരാത്മ മണ്ഡലങ്ങൾ അഴിഞ്ഞു മാറുന്നു. അഴിയുന്നു എല്ലാം വേഗം സകല ദുർഭൂതങ്ങളും അഴിയുന്നു. സകല ദുർഭൂതങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. ഇപ്പോൾ ഫ്രീയാവട്ടെ യേശുവിന്റെ നാമത്തിൽ. സകല ദുരാത്മാവിനെ ഞാൻ അഴിക്കുന്നു. സകല ദുർഭൂതങ്ങളെ ഞാൻ വെട്ടിമാറ്റുന്നു. ഇവരെ ഭാരപ്പെടുന്ന തലയിൽ വേദനയിട്ട്, നടുവിന് വേദനയിട്ട്, വയറിന് വേദനയിട്ട്, കാലിന് വേദനയിട്ട്, ശരീരം മുഴുവൻ രോഗിയാക്കിക്കൊണ്ടിരിക്കുന്ന, കടഭാരം കൊണ്ടിട്ട് ടെൻഷനായിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും ടെൻഷനായിക്കൊണ്ടിരിക്കുന്ന സകല ദുരാത്മാവിനെ യേശുവിന്റെ നാം വിഭാഗാനെ ഞാൻ പൊട്ടിക്കുന്നു. എല്ലാം പൊട്ടിമാറും. എല്ലാം പൊട്ടുന്നു. കരങ്ങളിൽ ആരെങ്കിലും ഉണ്ടാതിരിക്കരുത്. വിഭാഗത്തിന് നിങ്ങളുടെ വീട്ടിലേക്ക് ദൈവശക്തി ചലിക്കുന്നു. വിഭാഗത്തിന് നിങ്ങളുടെ ദൈവത്തിന്റെ ഭയങ്കര ഭഗത്തെ വിഭാഗത്തിന് സകല തലവേദന സ്പിരിറ്റിനെ പൊട്ടിക്കുന്നു. വിഭാഗത്തിന് ഭയങ്കര ഗ്ലോറി വെളിപ്പെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിഭാഗത്തെ കൽപ്പിക്കുന്ന ഭയങ്കരമായ ദൈവം അത് ഫ്രീയാവണം. ദുരാത്മാനെ വെട്ടിമാറ്റുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. ഇത് പകൽക്കൽ കരങ്ങളടിച്ച് ആരാധിക്കുക. യേശു സ്നാനമേറ്റ് കരയിൽ കയറിയ ഉടനെ, വെള്ളത്തിൽ നിന്ന് കരയിൽ കയറിയ ഉടനെ സ്വർഗ്ഗം തുറന്ന് ഭാവത്തെ പോലെ ഇറങ്ങി വന്നിട്ട് അവിടുന്ന് ശബ്ദമിട്ട, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു നിങ്ങൾ പ്രസാദിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം യേശു നിങ്ങൾ പ്രസാദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ലഭിക്കുന്നു. ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി ഇന്ന് പകൽക്കാലം സകല ആത്മഹത്യ സ്പിരിറ്റുകളെ പൊട്ടിക്കുന്നു.
സകല മരണപ്പിശാചിനെ അഴിഞ്ഞു. കർത്താവേ, ഹാമാന് വേണ്ടി ദൈവം ഇറങ്ങിയതുപോലെ, മൊർദെഖായിക്ക് വേണ്ടി ദൈവം പ്രവചിച്ചതുപോലെ, എസ്തേറിന് വേണ്ടി ദൈവം ഇറങ്ങിയതുപോലെ, എസ്തേറിന് വേണ്ടി ദൈവം ഇറങ്ങി, മൊർദെഖായി ദൈവം ഇറങ്ങിയതുപോലെ ഇവർക്ക് ദൈവം ഇറങ്ങണം. ഇവരെ തകർക്കാൻ നിൽക്കുന്നവർ വീട്ടിൽ അത് വെളിപ്പെടണം. ഇവരുടെ മരണം കാണാൻ ആഗ്രഹിക്കുന്ന വീട്ടിൽ അത് നടക്കണം. കർത്താവിന്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്യുന്നു. കർത്താവ് ആരൊക്കെ ഇത് ചെയ്യുന്നു അതിന്റെ അകത്ത് ദൈവത്തിന്റെ ഒരു കരം വെളിപ്പെടണം. എസ്തേറിന് വേണ്ടി ദൈവം ഇറങ്ങി, അവളുടെ ദൈവമാണ് യഥാർത്ഥ ദൈവം തെളിയിച്ചതുപോലെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഇറങ്ങി, ഇസ്രായേലിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് തെളിയിച്ചതുപോലെ ഇന്ന് പകൽക്കാലം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഓരോരുത്തരെയും കർത്താവ് തെളിയിക്കണം. കർത്താവിന് തെളിയിക്കണം. ഈ പ്രാർത്ഥനയ്ക്ക് വരുന്ന ഓരോ വ്യക്തികളെയും ദൈവം തെളിയിക്കണം. ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഇപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് വ്യാപരിക്കുകയാണ്. ഇവരങ്ങനെ ജീവന സാക്ഷി ദൈവം മാറ്റണം. കർത്താവിനെ അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയങ്കരമായ ദൈവമഹത്വം ഒന്ന് പറയാമോ? യേശു സ്നാനമേറ്റ്, എല്ലാവരും ചേർന്ന് പറ. യേശു സ്നാനമേറ്റ് കയറിയ ഉടനെ സ്വർഗം തുറന്നു. ആത്മാവ് പ്രാവെന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ അത് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. അന്ന് യേശുവിന് തുറന്ന സ്വർഗം ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. നിങ്ങളൊക്കെ വിളിച്ചു പറയുകയാണ്, ഇവൾ എൻ്റെ പ്രിയപുത്രി, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾ തിരിച്ചറി. ഇന്ന് പകൽ നിങ്ങൾക്ക് സ്വർഗം തുറന്നു നിൽപ്പുണ്ട്. നിങ്ങളുടെ സ്വർഗം തുറന്നു നിൽക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങളിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. എല്ലാവരും ചെവി തുറന്ന് കേൾക്കണമേ. നിങ്ങൾ ഇനി അന്യര് പരദേശിയല്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടാത്ത ആളല്ല. നിങ്ങളിൽ ദൈവം പ്രസാദിച്ചിരിക്കുന്നു എന്ന്, നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്നു എന്ന്. അടുത്ത ആണെന്ന് കരം കൊടുത്ത് പറ, തട്ടിയിട്ട് പറ, നിങ്ങൾ അറിഞ്ഞോ? പറ, കരം കൊടുത്ത് പറ, നിങ്ങൾ അറിഞ്ഞോ? ചോദിക്ക, അടുത്തിട്ടാണ് തട്ടിയിട്ട് ചോദിച്ചു, നിങ്ങൾ അറിഞ്ഞോ? സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ദൈവം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾ പിണക്കുവാണോ? പിണക്കുവാണോ? കരം കൊടുത്ത് പറ. ഹല്ലേലൂയ. കരം കൊടുത്ത് പറ, നിങ്ങൾ അറിഞ്ഞോ? സ്വർഗം തുറന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ മറക്കരുത്. ഇന്ന് പല തിരിച്ചറിഞ്ഞാണ് സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. ദൈവം നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. നിങ്ങളിന് ഭാരപ്പെട്ട് നടക്കരുത്. പറ, സ്വർഗം എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തി തരും. എൻ്റെ ആവശ്യങ്ങളെല്ലാം ദൈവം നടത്തി തരും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നു കഴിഞ്ഞു. പറ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നു കഴിഞ്ഞു. ദൈവം പ്രസാദിച്ചിരിക്കുന്നു. രാജാവ് എസ്തേറിനോട് ചോദിച്ചു, എന്താ എസ്തേറേ നിനക്ക് ആവശ്യം? എൻ്റെ രാജ്യത്തിന്റെ പകുതിയാണെങ്കിലും, അതേപോലെ ദൈവം പറയണ ഈ രാജ്യത്തിന്റെ പകുതിയാണെങ്കിലും ദൈവം നിങ്ങളുടെ അയ്യോ ഒന്നുമില്ലേന്നൊക്കെ ഭാരപ്പെടണ്ട. അയ്യോ ഇങ്ങനെയുള്ള ദൈവം പറയുന്നത്, എസ്തേർ പറഞ്ഞു, ഈ രാജ്യത്തിന്റെ പകുതിയാണെങ്കിലും ഞാൻ നിനക്ക് തരും. ഇനി അയ്യോ 1000 നാളെ വേണം, ലോൺ അടയ്ക്കാൻ നിവൃത്തിയില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടണ്ട. ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. പറ, രാജ്യത്തിന്റെ പകുതിയാണെങ്കിൽ, ഈ പൊഴിയൂരിന്റെ പകുതിയാണെങ്കിലും ദൈവം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. പറ, അത് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ദൈവം വൻകാര്യങ്ങൾ ചെയ്യും. നിങ്ങളെല്ലാവർക്കും കർത്താവ് പറയാണ് നിങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ദൈവം അനുഗ്രഹിക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിങ്ങളെ കൈവിടുന്നവനല്ല. കാരണം നിങ്ങൾ കരഞ്ഞത് എനിക്കറിയത്തില്ല, നിങ്ങളുടെ നിലവിളി എനിക്കറിയത്തില്ല. നിങ്ങൾ എൻ്റെ മുമ്പേ അല്ല കരഞ്ഞത്. നിങ്ങൾ ആരും കണ്ടില്ലെന്ന് കരഞ്ഞെല്ലാം കാണുന്നൊരപ്പനുണ്ട്.
നിങ്ങൾ വിചാരിക്കും എൻ്റെ കണ്ണുനീര് ആരും കാണുന്നില്ല, എൻ്റെ നിലവിളി ആരും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് ആരും കാണാതെ ഇരുന്ന് കരയുന്നതിന് മറുപടിയുമായി സ്വർഗ്ഗോടെ ഇറങ്ങി നിൽപ്പുണ്ട്. നിങ്ങളുടെ കണ്ണുനീരിന് മറുപടിയുമായി സ്വർഗ്ഗോടെ ഇറങ്ങി നിൽപ്പുണ്ട്. ഒരു ഭ്രാന്തിയെ പോലെ നടക്കുന്നത് നിങ്ങൾ നോക്കി, നിങ്ങൾ പറയുന്നു ഒരു ഭ്രാന്തിയെ പോലെ നടക്കുന്നതിന് ദൈവം മറുപടി തരാൻ പോയ വീടുകൾ കയറി ഇറങ്ങുന്നത്, പൈസയ്ക്ക് വേണ്ടി ഭ്രാന്തിയെ പോലെ നടക്കുന്നതും വീടുകൾ കയറി ഇറങ്ങുന്നതിന് മറുപടി കർത്താവ് തരാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ഭയങ്കര മഹത്വം. കർത്താവ് അങ്ങനെ പറയുന്നത് ഭ്രാന്തിയെ പോലെ നടക്കുന്നത്, ഒരു ഭ്രാന്തിയെ പോലെ ഇന്ന് കരയുന്നത്, ഒരു ഭ്രാന്തിയെ പോലെ നെഞ്ചത്തടിക്കുന്നത്, നിലവിളിക്കുന്നത് സ്വർഗം കാണുന്നുണ്ട്. അതിന് മറുപടി ഇന്ന് പകൽക്കാലം നിങ്ങളുടെ കണ്ണിന് വെളിപ്പെടാൻ പോവുകയാണ്. അത്ഭുതമാനി ദൈവം കാണുന്നുണ്ട്, നിലവിളി ദൈവം കാണുന്നുണ്ട്, ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ആദ്യ അമ്മച്ചി ഞാൻ നിങ്ങളുടെ പറയാം, നിങ്ങളുടെ കണ്ണുനീര് ദൈവം കാണുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഭയങ്കര ഗ്ലോറി വെളിപ്പെടുക. ബോധന സ്വർഗ്ഗോടെ ഇറങ്ങിയപ്പോ നിങ്ങളുടെ കണ്ണുനീര് നിലവിളി. അമ്മയുടെ പേര് സെൽവറാണി ആന്റി. കാരണം അങ്ങനെ പറയാൻ പറയുന്നു, ഒരു ഭ്രാന്തിയെ പോലെ കരഞ്ഞോണ്ട് നടക്കുന്ന ദൈവം കാണുന്നുണ്ട്. എപ്പോഴും നോക്കി ആരും കണ്ണുനീര്, എപ്പോഴും നോക്കി നിലവിളി, ഭർത്താവിനെ കുറിച്ച്, മക്കളെ കുറിച്ച് ഒരു സ്വസ്ഥതയില്ല, ഒരു സമാധാനമില്ല, എപ്പോഴും കണ്ണുനീര്, എപ്പോഴും നിലവിളി, എപ്പോഴും നിലവിളി. അതിന് മറുപടി ഇന്ന് പകൽക്കാലം സ്വർഗം നിങ്ങൾക്ക് തരികയാണ്. ഇപ്പോൾ തന്നെ സ്വർഗം നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളുടെ കണ്ണുനീരിന് മറുപടി ഉണ്ട്. ഇങ്ങനെ ഭ്രാന്തിയെ പോലെ നടക്കുന്നതിന് മറുപടി ഉണ്ട്. ഒരു സമാധാനമില്ല, എപ്പോഴും കണ്ണുനീര്, ഭർത്താവിനെ കുറിച്ച്, മക്കളെ കുറിച്ച്, പ്രത്യേകിച്ച് മക്കളുടെ കാര്യം പറഞ്ഞ് എപ്പോഴും കരയുന്നു, നിലവിളിക്കുന്നു. ദൈവം പറയുന്നു ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ വൻകാര്യങ്ങൾ ചെയ്ത്, നിനക്ക് വേണ്ടി ഞാൻ അത്ഭുതം ചെയ്ത്, നിനക്ക് വേണ്ടി സ്വർഗം തുറന്നിരിക്കുന്നു. നിനക്ക് വേണ്ടി ദൈവം ഭയങ്കര മഹത്വം, നിങ്ങൾക്ക് വേണ്ടി ഭയങ്കര മഹത്വത്തോടെ വ്യാപരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഇന്ന് പകൽക്കാലം മറുപടി തരികയാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാമോ? ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവേ, ഇവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇന്ന് തന്നെ ഈ ദൂതിന്റെ മറുപടി കർത്താവ് കാരണം ഇന്ന് തന്നെ ഈ വാചനത്തിന്റെ ശക്തി ഇന്ന് തന്നെ വെളിപ്പെട്ട് വരണം. ഈ സെക്കൻഡ് വെളിപ്പെടണം. ഇവരെല്ലാം എന്നെ വിളിച്ച് പറയണം, ഇന്ന് കർത്താവേ, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു, എനിക്ക് വേണ്ടി സ്വർഗം തുറന്നു ബ്രദറെ, എനിക്ക് വേണ്ടി സ്വർഗം തുറന്നു ബ്രദറെ, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു ബ്രദറെ എന്ന് അവർ വിളിച്ചു പറയണം. ഇന്ന് തന്നെ സ്വർഗമേ, ഇതിന് മറുപടി ദൈവം കൊടുക്കണം. ഇവർ അപ്പന്റെ മുമ്പിൽ നിന്ന് കരയുന്നത്, ഇതിന്റെ അകത്ത് വീണ ഓരോ തുള്ളി കണ്ണുനീരിനും ദൈവം മറുപടി കൊടുക്കണം. അപ്പ കർത്താവ് ഇന്ന് ഈ ഹാളിന്റെ അകത്ത് വീണ, ഇവരെ കണ്ണീര് വീണ കണ്ണുനീരിന് ഇന്ന് തന്നെ മറുപടി കൊടുക്കണം. ഇന്ന് തന്നെ അപ്പ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇന്ന് തന്നെ ഇവർക്ക് വേണ്ടി മറുപടി കൊടുക്കണം. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നീ അത്ഭുതം പ്രവർത്തിക്കണം. യേശുവിൻ നാമത്തെ ബ്ലസ് ചെയ്യും. കർത്താവേ, നീ ചെയ്തതിനായ സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.